മനസ്സിലുള്ള പ്രക്രിയകളും ചിന്തകളും ആലോചനയും ആവലാതിയും ഒക്കെ വിട്ട് മനസ്സ് ശാന്തമായി നിശ്ചലമാകുന്ന ഒരു സമയം. അതാണ് അതിന് പറ്റിയ സമയം. അപ്പം അതിൽ പറയാണ്, ഏതന്മനോമയം ചക്രം മയാ സൃഷ്ടം വിസൃജ്യതേ യത്നാസ്യ ശീര്യതേ നേമി സദേശ തപസശുഭ എന്ന് പറഞ്ഞു. എന്താ അതിനർത്ഥം? മനസ്സ് ചിന്തിച്ച് 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 ചിന്തിച്ച്, കേൾക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? കാണുന്നുണ്ടോ? മനസ്സിങ്ങനെ ചിന്തിച്ച് 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 ആ ചിന്തകളിലെ പോക്കിൽ നല്ല ഏകാഗ്രതയോടുകൂടി ചിന്തിക്കുന്നത് പലതാവാം. അനേക ചിന്തകളുണ്ടെങ്കിലും ആ വിചിന്തനം ചെയ്യുന്ന മനസ്സ് ഒന്നു മാത്രമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? വിചിന്തനം ചെയ്യുന്ന മനസ്സ് ഒന്നു മാത്രമാണ്. അത് പലതരത്തിലും ചിന്തിക്കാം, പക്ഷേ മനസ്സൊന്നാണ്, ചേതനയാണ്. അപ്പം എല്ലാ ചിന്തകളും ഒരേപോലെ ഒരേ ചേതനയുടെ സ്വരൂപമാണെങ്കിൽ, ചേതനാത്മകം ഒന്നാണെങ്കിൽ, അപ്പോൾ പിന്നെ ഈ പലത് എന്നുള്ളതിന് എന്താ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഇംഗ്ലീഷിൽ പറയട്ടെ. ദി പ്രോസസ് as a result of which plurality of thoughts arises in our mind. That process is done by the same mind or mental substance. The substance, namely the mind, being the same. The plurality of thoughts do not have any substance other than the mind. So what is meant by plurality? All the plural thoughts contain uniformly the same mind substance. If this is so, why should I be worried about the plurality of thought processes? The content is the same. When I understand the content to be the same and plurality has no relevance whatsoever, automatically I become indifferent to the thought process. Thought process itself becomes redundant because it is not able to produce any new substance or a new outcome. The mind remains just the same. The process is exactly of the same mind. Only it appears to be a plural outcome. This is more an appearance than a reality. എന്ന് വിചാരിച്ച് മനസ്സ് ശാന്തമാവും. ഇനി മലയാളത്തിലും പറയാം. എന്താ അത്? ഒരേ മനസ്സുകൊണ്ടാണ് ഞാൻ വിചിന്തനം ചെയ്യുന്നത്. അപ്പോൾ വിചിന്തനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ പ്രക്രിയയാണ്. ആ മനസ്സിൻ്റെ പ്രക്രിയയിൽ വിചിന്തനം ചെയ്യുന്നതായിട്ട് ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായി എങ്ങനെ പലതുണ്ടായി എന്ന് ഞാൻ പറയും? അനവധി ചിന്തകൾ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? എവിടെയാ അവിടെ അനവധി? എല്ലാ ചിന്തകളെയും എടുത്ത് പരിശോധിച്ച് നോക്കൂ. അതിൽ വിചിന്തനം ചെയ്യുന്ന ഒരേ മനസ്സ് തന്നെയല്ലേ പ്രതിഫലിക്കുന്നത്? അപ്പോൾ ഒരേ മനസ്സ് എങ്ങനെ പലതാവും? അപ്പോൾ പലത് എന്നുള്ളത് ഒരു ഭ്രാന്തിയാണ്, ഒരു പ്രതിഭാസമാണ് എന്ന് വിചാരിച്ച് ഇവിടെ പലതില്ല, ഒരേ മനസ്സാണ് വിചിന്തനം ചെയ്യുന്നത്. അപ്പോൾ വിചിന്തകനായിട്ട് ഒന്നേ ഉള്ളുവെങ്കിൽ പലത് എന്നുള്ള തോന്നൽ ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞ് അതിനോട് വൈമനസ്യം തോന്നി അങ്ങോട്ട് നിർത്തും. അപ്പോൾ മനസ്സ് ശാന്തമായി. ഒരു ചക്രം മനസ്സുകൊണ്ടുണ്ടാക്കി ഉരുട്ടി അതിന് ഉരുളാൻ പറ്റാത്തൊരു നില വന്നാൽ അത് പുരണ്ടു വീഴും. അതുപോലെ മനസ്സിന് ചിന്തിക്കേണ്ട ഒരാവശ്യമോ ചിന്തിക്കേണ്ട പ്രയോജനമോ ഇല്ല എന്ന് തോന്നി അങ്ങോട്ട് നിൽക്കുന്നു. അതാണ് നൈമിഷാരണ്യം. വൈശാരദീസാ അതിവിശുദ്ധ ബുദ്ധി ധുനോതിമായാം ഗുണസംപ്രസൂതാം. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ. സത്വത്തിൽ നിന്നുണ്ടാകുന്നതാണ് പ്രകാശം, ജ്ഞാനം, സുഖം. രജസ് തൊടുത്തുവിടുന്നതാണ് പല വിധത്തിലുള്ള പ്രവൃത്തികളും അതിന് കാരണഭൂതമായിരിക്കുന്ന കാമക്രോധാദി വികാരങ്ങളും. തമസ് വരുത്തി തീർക്കുന്നതാണ് ഉറക്കം, വൈമനസ്യം, മടി, പിന്നെ അജ്ഞാനം. ഇതൊക്കെ ഈ 3 ഗുണങ്ങൾ വരുത്തി തീർക്കുന്നതാണ്. ഈ 3 ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ സ്വാധീനിച്ച് വരുത്തി തീർക്കുന്നതാണ്. പക്ഷേ മനസ്സാണല്ലോ എല്ലാ ചിന്തകളിലും. ആ മനസ്സ് ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ അവിടെ പലതിനെവിടെയാ സ്ഥാനം? സത്യം ഗ്രഹിച്ചു. സത്യം ഗ്രഹിച്ചപ്പോഴോ ഇനി എൻ്റെ സാധനയിലോ തപസ്സിലോ അനുഷ്ഠാനത്തിലോ പ്രത്യേകമായിട്ടൊരു പ്രയോജനവുമില്ല എന്ന് വിചാരിച്ച് എല്ലാം കൂടി ഒരു വസ്തുവേ ഉള്ളൂ. ഇനി ഇവിടെ സാധനയുമില്ല, സാധകനുമില്ല, സാധ്യവുമില്ല, സിദ്ധിയില്ല. ഈ ഭാഷയൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടോ? സാധകൻ ചെയ്യുന്നത് സാധന, ലഭിക്കാനുള്ളത് സാധ്യം, കിട്ടിക്കഴിഞ്ഞാൽ സിദ്ധി. ഇവിടെ സാധകൻ്റെ സത്താവിശേഷം മാത്രമേ ഉള്ളൂ. സാധന എന്ന് പറഞ്ഞ് പുതിയതൊന്നുമില്ല. ആ സാധനയ്ക്ക് കിട്ടാനുള്ള സാധ്യമായിട്ടൊന്നുമില്ല, സിദ്ധിയില്ല. ഒക്കെ കൂടി ഒരു അന്തശ്ചേതന മാത്രമേ ഉള്ളൂ എന്നങ്ങോട്ട് വന്നാൽ സ്വയം ചശാമ്യത്യസമിദ്യഥാഗ്നി. എനിക്കിനി ചെയ്യാനോ കൊടുക്കാനോ അടയാനോ പ്രാപിക്കാനോ നേടാനോ ഒന്നുമില്ല എന്ന് വിചാരിച്ച് ശാന്തമായി തീരുവത്രേ മനസ്സ്.
ഇതാണ് അധ്യാത്മ സാധനയുടെ മുടിവ്. ഇതിനെ കൃഷ്ണൻ തന്നെ വേറെ ഒരു ഭാഗത്ത് ഏകാദശത്തിൽ പറയുന്നു, ഭക്തനെ പറ്റി ചിത്രീകരിക്കുമ്പോൾ, ക്വചിത് രുദന്തി അച്യുത ചിന്തയാ ക്വചിത് ഹസന്തി നന്ദന്തി വദന്ത്യലൗകികാ നൃത്യന്തി ഗായന്തി അനുശീലയന്ത്യജം ഭവന്തി തൂഷ്ണീം പരമേത്യ നിർവൃതാ. ഇത് 11-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 32-ാം ശ്ലോകമാണ്. ക്വചിത് രുദന്തി അച്യുത ചിന്തയാ ക്വചിത്. ഭക്തിക്ക് ചില പ്രകടന വിശേഷങ്ങളുണ്ട്. നല്ല ഭക്തി, ഭഗവാനോട് ആശ്രയബുദ്ധിയും സ്നേഹവും തോന്നിയാൽ അവർ പലതും ചെയ്തു എന്ന് വരാം. അങ്ങനെ ഈശ്വര നാമങ്ങൾ ഉറക്ക ജപിക്കും. ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ഈ മുണുമുണുന്നൊന്നും പറയാതെ ഉറക്കെ തൻ്റെ ഇഷ്ടത്തിന് ജപിക്കുക. അങ്ങനെ ജപിച്ച് ഭക്തി നമ്മുടെ ഉള്ളിൽ ഒരു ആവേശം പോലെ പ്രവേശിച്ചു എന്നുണ്ടെങ്കിൽ ക്വചിത് ചിലപ്പോഴൊക്കെ രുദന്തി അച്യുത ചിന്തയാ. അച്യുതൻ അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതി ഏശാത്തവൻ, ഒരു കാലത്തും തകർച്ചയോ വ്യതിയാനമോ വീഴ്ചയോ പരുക്കോ പതർച്ചയോ ഒന്നും വരാത്ത ആള്. ഒരു കോട്ടവും അദ്ദേഹത്തിനില്ല, എവിടെ കൊണ്ടിട്ടാലും ശരി. അങ്ങനെ അച്യുതൻ്റെ ചിന്തയാൽ നമ്മുടെ മനസ്സ് ആവേശഭരിതമായി തീർന്ന് ചിലപ്പോൾ കരയാൻ തുടങ്ങും. എന്താ കരച്ചലിന് കാരണം? പലതും ആവാം. അയ്യോ, ഞാനിപ്പോഴല്ലേ ഈശ്വരൻ്റെ നാമം ജപിക്കാൻ തുടങ്ങിയുള്ളൂ, ഭഗവാനെ സ്മരിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണല്ലോ, ഇക്കണ്ട കാലം വെറുതെ കളഞ്ഞില്ലേ. ഈ സംപ്രേഷണം കേട്ട് പലരും എനിക്ക് എഴുതിയിരിക്കുക, സ്വാമിജി എന്തുകൊണ്ട് 15 കൊല്ലം മുമ്പ് ഇത് സംസാരിച്ചില്ല? ഞങ്ങൾക്കൊക്കെ വയസ്സായി, ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് പ്രയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, മുമ്പേ കേൾക്കേണ്ടതായിരുന്നു. ഇങ്ങനെ പറയുമ്പോഴും അവരുടെ കുട്ടികളെ കേൾപ്പിക്കാൻ അവർ പരിശ്രമിക്കില്ല കേട്ടോ. അതിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും പറയണത് ഇതാ, ഒരാളല്ല 100 കണക്കിന് ആൾക്കാർ എന്നോട് പറയുക. അപ്പം അതൊരു സങ്കടം. ആ സങ്കടം കൊണ്ട് ഭക്തൻ കരയാം. അയ്യോ, ഞാൻ ഇത്ര നാളും ഇതേ നാവും ഇതേ മനസ്സും ഇതേ ലോകവും ഇതേ ഭക്തിയും ഉണ്ടായിട്ട് ആ ഭക്തിയെ എനിക്കിങ്ങനെ ഒരു പ്രയോഗ സാധനയാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച ഒരു അനുശോചനം. അങ്ങനെയും കരച്ചിൽ വരാം. പിന്നെ ചിലപ്പോഴോ ഈശ്വരൻ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി പലതരത്തിലും കഷ്ടപ്പെടാറുണ്ട്. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരണതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈശ്വരൻ മത്സ്യമായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളാരെങ്കിലും ഒരു മത്സ്യമാവാൻ ഇഷ്ടപ്പെടുമോ? അതുമാതിരി ഒരു പന്നിയാവുക തയ്യാറുണ്ടോ ഇവിടെ എത്ര ആരെങ്കിലും? ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുക, നിങ്ങൾ ആരെങ്കിലും ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പന്നിയാവാൻ തയ്യാറുണ്ടോയെന്ന്? എനിക്ക് തോന്നില്ല ഒരൊറ്റ ആളെങ്കിലും ഞാൻ പന്നിയാവാന്ന് പറയും. ഞാനേ മഹാരാജാവാന്ന് പറയും. ഇന്ദ്രൻ്റെ പദവി ആയാൽ കൊള്ളാം, പന്നിയാവണം, എന്നിട്ട് അമേധ്യവും തിന്നുകൊണ്ട് കഴിയണം. സാധിക്കുമോ നിങ്ങൾ? അപ്പോൾ ഭഗവാൻ ഇതൊക്കെ ആവണമെന്ന് പറയുമ്പോൾ അയ്യോ, ഈ ലോകത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എൻ്റെ പൊന്ന് ഈശ്വരന് എന്തെല്ലാം റോള് ചമയേണ്ടി വരണമല്ലോ എന്ന് പറഞ്ഞൊരു കരച്ചിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ കൃഷ്ണനെ പറ്റി ഞാൻ അങ്ങനെ കണ്ടമാനം ഭക്തി അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ പോകാറില്ല, എന്നാലും ചില സമയത്ത് പറയാറുണ്ട്. അപ്പോൾ കൃഷ്ണൻ രാജസൂയ യാഗത്തിന് അഗ്രപൂജയ്ക്ക് വേണ്ടി സഹദേവൻ്റെ അഭിപ്രായ പ്രകാരം തെരഞ്ഞെടുത്തു. ആരെ? യുധിഷ്ഠിരൻ. തെരഞ്ഞെടുത്തപ്പോൾ ശിശുപാലൻ അവിടെ എണീറ്റ് നിന്നിട്ട് പറയുകയാണ്, ഈ സദസ്സിന് എന്തു പറ്റി? ഇവിടെ ബുദ്ധിയുള്ളവരാരും ഇല്ലേ? അറിവുള്ളവരാരും ഇല്ലേ? ഇങ്ങനെ ഒരു മൊശോടൻ, ഒരു മടയൻ, ഒരെടയൻ, അവന് കുലമില്ല ഗോത്രമില്ല, എല്ലാം കൂടിയിട്ട് ജനിച്ച ഉടനെ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കണം. എവിടെ? അമ്പാടിയിൽ. ലോകത്തിൽ വേറെ ഒരു സ്ഥലമില്ല എന്ന് തോന്നും. ആരും അറിയാതെ അവിടെ കിടന്നുകൂടി പശുവിൻ്റെ വാലും കുളമ്പുമായിട്ട് നടന്ന് മേല് മുഴുവൻ പൊടി പടലം, അവിടെ പഠിപ്പില്ല, പരിചയമില്ല, ഒന്നുമില്ല. കൂടെ കളിക്കാനായിട്ട് കുറേ മേച്ചിൽ പിള്ളേരുമുണ്ട്. ഇവരെല്ലാവരും കൂടി വളർന്ന് കുലവും ഗോത്രവും ഇല്ലാത്ത ഒരുത്തനെ നിങ്ങൾ ഇത്രയധികം മഹാത്മാക്കളും അറിവുള്ളവരും പ്രാജ്ഞന്മാരുമുള്ള ഒരു സദസ്സിൽ അഗ്രപൂജയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധി കളിമണ്ണായി തീർന്നോ എന്നാണ് എനിക്ക് തോന്നണേന്ന് പറഞ്ഞിട്ട് ആ ശിശുപാലൻ തുടങ്ങി എത്ര ഭർഷിച്ചു എന്നറിയോ? അത് മുഴുവനും കേട്ടിരുന്ന് അവസാനം എണ്ണം തികയുന്നതിന് മുൻപാണ് ചക്രം പ്രയോഗിച്ച് കഴുത്തറുത്തത്. ഞാൻ ആലോചിക്കും, ഇങ്ങനെ ഒരു തുറന്ന സദസ്സിൽ വന്ന് ഇത്ര പ്രബലമായിരിക്കുന്ന ശകാരവും അപമാനവും ഏൽക്കേണ്ടി വന്നില്ലേ കൃഷ്ണന് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കൃഷ്ണഭക്തി ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ രസിക്കുകയോ അതോ കരയോ?
ആരാ മിണ്ടാൻ? നിങ്ങളിതിൽ രസിക്കുകയോ കരയോ? കൃഷ്ണനെ പോലെയുള്ള ഒരു കൃഷ്ണപരമാത്മാവ് ശിശുപാലിനിങ്ങനെ ഭർസിക്കാനുള്ളൊരു അവസരം കൊടുത്തു. അതെവിടെ? നിറഞ്ഞ സദസ്സിലാണ്. അങ്ങോരുടെ കഴുത്തറുത്തതിന് ശേഷമാണ് അവിടെ അഗ്രപൂജ നടന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് കാല് കഴുകി ആരാധിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് വേണ്ടത്ര ശകാരം ഇപ്പുറത്ത് കേട്ടിട്ടുണ്ട്. ഇനി ശിശുപാലൻ്റെ മേലെയുള്ള ഒരാൾ ദന്തവക്ത്രൻ കൃഷ്ണനെ ശകാരിച്ചുകൊണ്ടാണ് നേരിട്ടത്. നിന്നെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ, ഇപ്പം കഥ കളിച്ച് കളയാം, നിന്റെ വീറും പോരും മതി ആണുങ്ങളെ കണ്ടുമുട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എന്നിട്ട് ആദ്യമായിട്ട് ഗത കൊണ്ട് കൃഷ്ണൻ്റെ തലയിൽ ഠാപ്പ് എന്നൊരു ഇടിച്ചു അത്രേ. അപ്പം ഞാൻ ആ ഭാഗം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇടിച്ചു എന്നങ്ങോട്ട് പറയുമ്പോൾ വേദന എൻ്റെ മനസ്സിലും വന്നു. ഇപ്പം എന്താ കൃഷ്ണൻ ഇതൊക്കെ ചെയ്യേണ്ട കാരണം? ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രതിസന്ധികൾ പരിഹരിക്കാൻ പല സന്ദർഭങ്ങളിലും പല വിധത്തിലും പ്രകടമാകേണ്ടി വരും. ആ പ്രകടമാകുന്നതിൻ്റെ ഭാഗമായി എന്തൊക്കെയാ? സത്രാജിത്ത് അദ്ദേഹം തപസ് ചെയ്തിട്ട് ഒരു സെമന്തകം കിട്ടി. സെമന്തകം കിട്ടിയാൽ വീട്ടിലിരുന്നാൽ പോരെ, രാജധാനിയിലിരുന്നാൽ പോരെ? അതും കൊണ്ട് ദ്വാരകയ്ക്ക് വന്നു. ദ്വാരകയ്ക്ക് എന്തിനാ വന്നേ? എന്താ ആവശ്യം? എനിക്ക് സെമന്തകം കിട്ടിയെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാനാണോ? അപ്പോൾ കൃഷ്ണൻ കുറച്ച് ദീർഘദർശിത്വമുള്ള ആളാണ്. ആ സെമന്തകം സത്രാജിത്തിൻ്റെ കയ്യിൽ ഇരിക്കില്ല എന്ന് വിചാരിച്ച് ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങ് തന്നേക്ക് വേണ്ടത്ര പണം തരാമെന്നൊരു ചോദ്യം ചോദിച്ചു പോയി. ഇപ്പോഴും ഞാൻ ആലോചിക്കുക, കൃഷ്ണൻ അത് ചോദിക്കേണ്ടിയിരുന്നോ അതോ ചോദിക്കാൻ പാടില്ലാത്തതായിരുന്നോ എന്ന് ഇപ്പോഴും ആലോചനയുള്ള വിഷയമാണ്. സത്രാജിത്ത് പറഞ്ഞു ഞാൻ കൊടുക്കില്ല എന്ന്. എന്നിട്ടോ പോയി. താമസിയാതെ 2 ദിവസത്തിനുള്ളിൽ പ്രസേനൻ അനിയൻ ആ രത്നം കഴുത്തിലിട്ട് നായാട്ടിന് പോയി. എന്നിട്ടോ നായാടി എന്ത് സംഭവിച്ചു എന്നറിയില്ല. പ്രസേനെ കാണാനില്ല, പോയ ആളുമില്ല, വർത്തമാനവും ഇല്ല. ഉടനെ സത്രാജിത്ത് പറഞ്ഞത് എന്താ? കൃഷ്ണൻ എൻ്റെ അടുത്ത് ഈ സെമന്തകം വേണമെന്ന് പറഞ്ഞു, എന്നിട്ട് ഞാൻ കൊടുത്തില്ല. എനിക്ക് തോന്നണത് കൃഷ്ണൻ പ്രസേനെ കൊന്ന് രത്നം കൈക്കലാക്കിയെന്നാ. കേൾക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉടനെ കൂട്ടിച്ചേർത്തു, കൃഷ്ണൻ അത് ചോദിച്ചത് വാസ്തവം. അപ്പം സത്രാജിത്തിന് പറയാനൊരവസരം കിട്ടി. കായലിലോ അല്ലെങ്കിൽ തടാകത്തിലോ എണ്ണത്തുള്ളി വീണ മാതിരി പരന്നു. കൃഷ്ണൻ പ്രസേനനെ കൊന്ന് സെമന്തകം കട്ടെടുത്തു എന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി. കൃഷ്ണൻ എന്തു വേണം? കൃഷ്ണൻ എടുത്തിട്ടില്ല. ഈ കാര്യം തെളിയിപ്പിക്കണം. മഹാപാവം പുറപ്പെട്ട് കാട്ടിലേക്ക് പോയി. ഏത് വഴിക്കാ പോയത്, ഏത് കാട്ടിലേക്കാ പോയതെന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ കുതിരയുടെ കുളമ്പടിയുണ്ട്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ കാണാനില്ല, ഒക്കെ പായി. പിന്നെ കാണുന്നത് സിംഹത്തിൻ്റെ കാലടിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ അനുമാനിച്ചു ഏതെങ്കിലും സിംഹവുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടാവും, അതിൽ പ്രസന്നൻ ചെത്തു വീണിട്ടുണ്ടാവും. അത് കഴിഞ്ഞത് ആ സിംഹം കൊണ്ടുപോയിരിക്കുകയാണെന്നും പറഞ്ഞ് സിംഹത്തിൻ്റെ കാലടി തേടി പിടിച്ച് അങ്ങനെ ചെന്നത് ജാംബവാന്റെ ഗുഹയിലേക്കാണ്. ജാംബവാന്റെ ഗുഹയിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ എന്തായി? ജാംബവാൻ ശ്രീകൃഷ്ണൻ ജന്മം പിന്നിലാ, ശ്രീരാമന്റെ ജന്മം മുൻപിലാ. ഒന്ന് ത്രേതായുഗത്തിലാണ്, പിന്നെ ഒന്ന് ദ്വാപരയുഗത്തിലാണ്. അപ്പോൾ ജാംബവാൻ രാമഭക്തനാണ്. ആ ജാംബവാൻ രാമഭക്തിയോടുകൂടി അവിടെ വരിക അട്ടഹസിച്ചുകൊണ്ട്. എന്താ പറയണത്? ആരാരഹോ മദ്ഗുഹയിൽ കടപ്പാൻ ഈരേഷു ലോകത്തിലും ഈശനാകും ശ്രീരാമപാദാംബുജ സേവകൻ ഞാൻ ആരെങ്കിലും സംഹനിപ്പേൻ. ആരാടോ എൻ്റെ ഗുഹയിൽ വരാൻ? ആരോടാ ചോദിക്കണേ? കൃഷ്ണ പരമാത്മാവിനോട്. ആരായാലും കൊള്ളാം, ശ്രീരാമൻ്റെ പാദാംബുജം സേവിക്കുന്നവനാണ് ഞാൻ. എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ ഗുഹയിൽ കിടന്ന ആരാണെങ്കിലും അവൻ്റെ കഴുത്തറക്കാൻ എനിക്ക് ഒരൊറ്റ ആളോടും ചോദിക്കണ്ട എന്ന് പറഞ്ഞു. വന്നതാരാ എന്തിനാന്ന് ഒന്നും ചോദിക്കാതെ പടപുരുതലാ പിന്നെ നടന്നത്. എത്ര ദിവസം? ദിനങ്ങൾ 8ഉം 15ഉം മിനക്കെടാതങ്ങമർ ചെയ്ത ശേഷം മനം തളർന്നു ഭുവി വീണു വൃദ്ധൻ കരേണ നേത്രങ്ങൾ തുറന്നു നോക്കി. ദിനങ്ങൾ 8ഉം 15ഉം എത്രയായത്? 8ഉം 15ഉം ഒരു 5ഉം 28 ദിവസമാണ് അത്ര ആ യുദ്ധത്തിൽ പൊരിഞ്ഞ യുദ്ധം നടന്നത്. മഹാഭാവം. എന്തിനു ചോദിക്കാൻ പോയാവോ ഈ സെമന്തകത്തിനെ കുറിച്ച്? കിട്ടിയതെന്താ? ആദ്യത്തെ യുദ്ധമാണ്. അത് കഴിഞ്ഞ് യുദ്ധം നിൽക്കണില്ല. ഒരാൾ രാമഭക്തനാ, ആ അഹങ്കാരാണ് ഉള്ളിൽ. നേരിടുന്നതോ കൃഷ്ണ പരമാത്മാവിന്. ആരാ ഇവിടെ കുറഞ്ഞ ആള്? അവസാനം ദിനങ്ങൾ 8ഉം 15ഉം മിനക്കെടാതങ്ങമർ ചെയ്ത ശേഷം മനം തളർന്നു ഭുവി വീണു വൃദ്ധൻ. ജാംബവാന് വയസ്സ് കൂടും, മനസ്സ് തളർന്ന് കരേണ നേത്രങ്ങൾ തുറന്നു നോക്കി. അയ്യോ, ഞാൻ പറഞ്ഞ മാതിരിയല്ല കാര്യം, എന്നെ കീഴടക്കിയിരിക്കുകയാണല്ലോ. കുറേ ഇടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അവസാനം കൃഷ്ണൻ മുട്ടുമടക്കി ഒരു ഇടി അങ്ങോട്ട് കൊടുത്തപ്പോൾ താഴത്ത് വീഴേ. അങ്ങനെ കണ്ണു തുറന്നു നോക്കിയത്രേ. തഥാ ഭവിച്ചു പരമാർത്ഥബോധം
മുദാവണങ്ങി സ്തുതിയും തുടങ്ങി മദാന്ധനാമൻ അപരാധമെല്ലാം സദാ സഹിച്ചിടുക ശാർംഗപാണേ. അപ്പോഴാണത്രേ ബോധം വന്നത്. തഥാ ഭവിച്ചു പരമാർത്ഥബോധം. മുദാ വണങ്ങി സ്തുതിയും തുടങ്ങി മദാന്ധനാമൻ അപരാധമെല്ലാം സദാ സഹിച്ചിടുക ശാർംഗപാണേ. എന്നിട്ട് പിന്നെ സ്തുതിച്ചതാണത്രേ. എനിക്ക് ഓർമ്മ വരുമോയെന്നറിയില്ല, കുട്ടിക്കാലത്ത് പഠിച്ചതാ. മീനായതും കൂർമ്മമതായതും നീ, പീനം വരാഹാകൃതി പൂണ്ടതും നീ, മഹാനൃസിംഹോത്തമനായതും നീ, മഹാമതേ വാമനനായതും നീ, ക്ഷമാതലേ ഭാർഗവനായതും നീ, രമാപദേ രാഘവനായതും നീ, ഇഹാവിനീലാംബരനായതും നീ, മഹാനുഭാവ പ്രകൃതേ നമസ്തേ എന്നിങ്ങനെയാണ് അത്ര സ്തുതിച്ചത്. അത് കഴിഞ്ഞ് എന്തായി? ജാമ്പൂതിയും കൊടുത്തു, സമ്മാനമായിട്ട് മടങ്ങി വന്നു. ഈ പൊല്ലാപ്പിന് മഹാപാപം ഈ കൃഷ്ണ പരമാത്മാവിന് പോണ്ടി വരുമോ? അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കരയാൻ വകയുണ്ട്. ക്വചിത് രുദന്തി അച്യുത ചിന്തയാ, ക്വചിത് ഹസന്തി നന്ദന്തി വദന്ത്യലൗകികാ. അതുപോലെ ചിരിക്കാൻ തോന്നും അത്രേ. എന്താ ഈ ചിരിക്കണത്? ഇപ്പൊ ഭാഗവതത്തിന്റെ കഥ എഴുതുകയാണെങ്കിൽ കൃഷ്ണന്റെ ബാലലീലകളൊക്കെ വർണ്ണിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. അതിൽ ചിലതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞാൽ ഒരാവർത്തനാണ്. എന്നാൽ ആവർത്തനാണോ? അല്ല. ഈ വക കാര്യങ്ങൾ ആവർത്തിച്ച് സ്മരിക്കേണ്ടതാ. ഒരു സംഗതി എനിക്ക് ഓർമ്മ വരണത്, ഈ കൃഷ്ണൻ ഒരു കുസൃതി കൊടുക്കാന്നാണ് എൻ്റെ ഭാഷ. കൃഷ്ണൻ വലിയൊരു കുസൃതി കൊടുക്കുകയാണ്. അപ്പൊ ചെറുപ്പകാലം മുതൽക്ക് തന്നെ വെണ്ണയും തൈരും ഒക്കെ വലിയ ഇഷ്ടമാണല്ലോ. അത് മാത്രമേ അവിടെ കിട്ടുള്ളൂ. അമ്പാടിയിൽ വേറെ എന്താ കിട്ടുക? കുറെ വെണ്ണ തിന്നാം, കുറെ തൈരും കുടിക്കാം, പാലും കിട്ടും. അപ്പോൾ പാല് മോഷ്ടിക്കും, പൂച്ചകൾക്കൊക്കെ കൊടുക്കും, വെണ്ണയും കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ കുട്ടികൾ ഇവൻ വന്ന് മോഷ്ടിച്ച് കൊണ്ടുപോയിരിക്കാൻ വലിയ ഉയരത്തിൽ ഉറിയൊക്കെ കെട്ടിയിട്ടാണ് ഗോപികൾ സൂക്ഷിക്കുക. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? അവരെ എല്ലാവരെയും വിളിച്ചിട്ടോ നിൽക്കടോ ഇവിടെയെന്ന് പറഞ്ഞു. ഒരാളുടെ തോളത്ത് വേറൊരാൾ, ആ തോളത്ത് വേറൊരാൾ കയറി. അവസാനം കൃഷ്ണൻ കയറി കെട്ടിപ്പിടിച്ച് ആ ഉറിയൊക്കെ ചരിച്ച് അതിലുള്ള തൈരും കുടിച്ച് വെണ്ണയും തിന്നാൻ. അങ്ങനെ തിന്നോന്നിരിക്കുമ്പോൾ ഒരു ഗോപിക ഓടി വന്നു അത് കണ്ടുകൊണ്ട്. അപ്പം എന്ത് ചെയ്തു? വായിൽ നിറച്ച് തൈര ഹൂന്നൊരു തുപ്പ് അങ്ങോട്ട് തുപ്പിയത്രേ. അതിൻ്റെ കണ്ണിലൊക്കെ പോയി കാണാൻ്റെയായി ഗോപിക്ക്. ആ തക്കത്തിൽ ഓടി അങ്ങോട്ട് പോയി. ഇതൊക്കെ ചിത്രീകരണ. ഇത് വായിക്കുമ്പോൾ നമ്മൾ ചിരിക്കാൻ്റെ എന്താ ചെയ്യുക? ഇതൊക്കെ ആലോചിക്കുമ്പോൾ ചിരി വരും. ഇതൊക്കെ ഒരു താതാത്മ്യം കൊണ്ട് വരണതാണ്. പിന്നെ ഞാൻ പറയാറുണ്ട്, എല്ലാം ഭംഗിയായി അണിഞ്ഞ് മെഴുകി. അന്നത്തെ കാലത്ത് സിമെൻ്റൊന്നുമില്ല, ചാണവും കരിയും കൂട്ടി മെഴുകി വെടുപ്പാക്കി വെച്ചുകൊണ്ടിരിക്കും. കൃഷ്ണൻ വന്നൊന്ന് സർവേ ചെയ്യുമ്പോൾ ഒക്കെ വെടുപ്പായിട്ടിരിക്കുക. അപ്പോൾ എല്ലാം വെടുപ്പായിട്ടുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ ഒരു സന്തോഷം തോന്നിയപ്പോൾ അപ്പോൾ കുറച്ച് മൂത്ര പുറത്തേക്ക് വന്നു. അവിടെ ഭംഗിയായിട്ട് വെടുപ്പാക്കിയ സ്ഥലത്ത് കുറച്ച് മൂത്ര ഒഴിക്കും. ഒഴിച്ചിട്ട് പോയാൽ ഗോപികമാർക്കൊക്കെ ദേഷ്യമായിട്ട് എന്താ കാര്യം? കൃഷ്ണൻ ചെയ്യുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എഴുതിയിട്ടുള്ളതാ കേട്ടോ. നല്ല ബുദ്ധിമാന്മാരും അറിവുള്ളവരും ഈ ചരിത്രങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടാൽ നമുക്ക് സന്തോഷവും ചിരിയൊക്കെ വരാതെ നിവൃത്തിയില്ല. ക്വചിത് രുദന്തി അച്യുത ചിന്തയാ, ക്വചിത് ഹസന്തി നന്ദന്തി വദന്ത്യലൗകികാ. ചില സമയത്ത് ഒരു കാരണവുമില്ലാതെ സന്തോഷത്തോടു കൂടിയിരിക്കും, ചിരിച്ചുകൊണ്ടും. വളരെ ചിരിക്കുകയല്ല, പൊട്ടിച്ചിരിച്ച് സന്തോഷിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ അലൗകികമായിട്ട് സംസാരിക്കും. കൃഷ്ണചരിതങ്ങളൊക്കെ നൃത്തനം ചെയ്യാൻ തോന്നും, പാടും. കൃഷ്ണൻ ചെയ്തതോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്തതോ അനുശീലനം എന്ന് പറഞ്ഞാൽ അതുപോലെ ഡ്രസ്സ് ചെയ്യുക, സംസാരിക്കുക, അങ്ങനെയുള്ള ഏർപ്പാടുകൾ. ഇങ്ങനെ പലതും ചെയ്യുന്നതും പ്രകടമാക്കുന്നതും ഭക്തിയുടെ ഒരു ലക്ഷണമാണ്. ക്വചിത് രുദന്തി അച്യുത ചിന്തയാ, ക്വചിത് ഹസന്തി നന്ദന്തി വദന്ത്യലൗകികാ, നൃത്യന്തി ഗായന്തി അനുശീലയന്ത്യജം ഭവന്തി തൂഷ്ണീം പരമേത്യ നിർവൃതാ. ഇതൊക്കെ ചെയ്ത് മനസ്സിലുള്ള കൽമഷങ്ങൾ മുഴുവൻ പോയി, ആഗ്രഹങ്ങളുമെല്ലാം അസ്തമിച്ച് ആ ഈശ്വരനോട് കൂടിയിട്ടുള്ള താതാത്മ്യവും സത്വരജസ്തമോ ഗുണങ്ങളുടെ സ്വാധീനം നീങ്ങിപ്പോയി അങ്ങോട്ട് ശാന്തമായി വന്നാൽ നിർവൃതിയോടുകൂടി മിണ്ടാതെ ഇരിക്കുന്നതാണ് ഭക്തിയുടെ പരിസമാപ്തി. ഭവന്തി ഭവിക്കുന്നു, തൂഷ്ണീം അനങ്ങാതെ സൈലൻ്റായി, പരമേത്യ നിർവൃതാഹ അങ്ങേ അറ്റത്തത് കിട്ടിയതിന് ശേഷം ശാന്തമായി ഇരിക്കുക. ഇതാണ് ഇതിൻ്റെ പരിണാമം. ഞാനിത് എന്തിനാ പറഞ്ഞത്? ഈ ഗുണങ്ങളുടെ സ്വാധീനത്തിനെയെല്ലാം മനസ്സിൽ നിന്ന് തള്ളിക്കളഞ്ഞതിന് ശേഷം അവരവസാനം എന്ത് ചെയ്യുന്നു? ഗുണാംശ സന്ദഹ്യ എന്നൊരു വാക്ക് ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ഗുണങ്ങളെയും കൂടി ഇല്ലാതെയാക്കി തീർത്തതിന് ശേഷം ശാന്തമായി ഇരിക്കുന്നതാണ് നമ്മുടെ സ്വഭാവം. അതുവരെയാണ് ഈ സാധന ചെയ്യേണ്ടത്.
അജ്ഞാനകലുഷം ജീവം ജ്ഞാനാഭ്യാസാത് വിനിർമ്മലം കൃത്വാ ജ്ഞാനം സ്വയം നശ്യേത് ജലം കഥകരേണുവത്. ഇത് ആത്മബോധത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോക. പലരും ചോദിക്കും, ഈ ലോകം മുഴുവനും മായയാണ്, കൃത്രിമമാണ്, അപ്പം നമ്മുടെ മനസ്സും കൃത്രിമമല്ലേ, ബുദ്ധിയും കൃത്രിമമല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോടുള്ള മറുപടി, ഈ സാധന ആർക്കാ? അജ്ഞാനികൾക്കാ. അപ്പം അജ്ഞാനകലുഷം ജീവം, അജ്ഞാനത്താൽ കലുഷിതമായിരിക്കുന്ന ജീവനെ ജ്ഞാനാഭ്യാസാത് വിനിർമ്മലം, ജ്ഞാനം എന്ന് പറയുന്ന അഭ്യാസം കൊണ്ട് വിനിർമ്മലം, അതിനെ പരിശുദ്ധമാക്കി തീർത്തു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിന് പിന്നെ അവിടെ ദൗത്യമില്ല, മുഴുവനായി കഴിഞ്ഞു. കൃത്വാ ജ്ഞാനം സ്വയം നശ്യേത്, ജ്ഞാനം സമ്പാദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ജ്ഞാനസാധന സ്വയം പിൻവലിയുമത്രേ. ഏതുപോലെ? ജലം കഥകരേണുവത്. ഇന്നത്തെ കാലത്തുള്ളവർക്കൊന്നും അറിയില്ല അത്. ആയുർവേദത്തിൽ ആസവാരിഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സമ്പ്രദായമുണ്ട്. ആ ആസവും അരിഷ്ടവും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ധാരാളം കുറേ തെളിയിച്ച് ആസവും അരിഷ്ടം എന്ന് പറയുന്നത് എന്താ? കഷായം. പല മരുന്നുകളും കൂടി തിളപ്പിച്ച് 4 ഇരട്ടി വെള്ളം വെച്ച് തിളപ്പിച്ച് 4-1 അരിച്ചെടുത്തതിന് ശേഷം അതിൽ പോരാത്ത ശർക്കരയൊക്കെ ചേർത്ത് അലിയിപ്പിച്ച് അതിൽ പോരാത്ത പൊടികൾ കൂട്ടിച്ചേർത്തിട്ട് മൺപാത്രത്തിൽ മണ്ണിലോ അല്ലെങ്കിൽ നെല്ലിലോ 41 ദിവസം കുഴിച്ചിട്ട് എടുത്തതിന് ശേഷം അരിച്ച് തെളിയിച്ചെടുക്കുന്നതാണ് ഈ ആസവാരിഷ്ടങ്ങൾ. അങ്ങനെ എടുക്കുന്നതിൽ അവസാനം തെളിയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലൊരു ചണ്ടി വരും. ആ ചണ്ടി എന്ന് പറഞ്ഞാൽ വെള്ളത്തോട് കൂടിയതാണ്. അപ്പോൾ ഒരു 10 ഇടങ്ങഴി ആസവം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 ഇടങ്ങഴിയൊക്കെ ചണ്ടി ഉണ്ടായി എന്ന് വരാം. ആ 3-4 ഇടങ്ങഴി ചണ്ടി എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം കുറേ ഉണ്ടാവും, അത് തെളിയിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ തെളിയിപ്പിക്കാനായി ആയുർവേദ ശാസ്ത്രത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ കഥകരേണു, തേറ്റാമ്പരൽ എന്നൊരു സാധനമുണ്ട്. ആ തേറ്റാമ്പരൽ കൊണ്ടുവന്ന് ഉരലിട്ട് ഇടിച്ചെല്ലാം ചെയ്ത് ഈ ചണ്ടിയിൽ കൊണ്ടിടുക. അപ്പോൾ കുറെ കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും അത്രേ? ആ ചളിയെ മുഴുവൻ വലിച്ചെടുത്തതിന് ശേഷം അത് സ്വയം താന്നങ്ങോട്ട് പോകുന്നു. അതുപോലെയാണ് ഈ ജ്ഞാനസാധന താന്നു പോകുന്നത്. സാധന നടക്കുന്നത് അജ്ഞാനദശയിലാണ്. അജ്ഞാനദശയിൽ നടക്കുന്ന ജ്ഞാനസാധന ആ അജ്ഞാനത്തിനെ നശിപ്പിക്കുന്നതോടുകൂടി സ്വയം അപ്രത്യക്ഷമായി അവിടെ ആത്മാ അല്ലെങ്കിൽ ആത്മബോധം മാത്രമായി തീരുന്നു. അജ്ഞാനകലുഷം ജീവം ജ്ഞാനാഭ്യാസാത് വിനിർമ്മലം കൃത്വാ ജ്ഞാനം സ്വയം നശ്യേത് ജലം കഥകരേണുവത്. വൈശാരദീ സാ അതിവിശുദ്ധ ബുദ്ധി. ഈ 3 വാക്ക് നിങ്ങളെല്ലാവരും ഓർമ്മ വയ്ക്കണം. ഈ ഏകാദശ സ്കന്ധത്തിൽ കൃഷ്ണൻ എത്രത്തോളം ബുദ്ധിയുടെ പ്രയോഗം ആവശ്യമാണ് ഭക്തി ജീവിതത്തിൽ എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്ന വാക്കുകളാണത്. വൈശാരദി, അതികുശലമായിരിക്കുന്ന, സാ ആ അതിവിശുദ്ധ ബുദ്ധി, അത്യന്തം വിശുദ്ധമായിരിക്കുന്ന ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധി വിനിയോഗമാണ് അധ്യാത്മ സാധനയുടെ ഭാഗവും ഫലവും. വളരെ നല്ല പോലെ ശ്രദ്ധിക്കണം നിങ്ങളത്. ബുദ്ധിയുടെ വിനിയോഗമാണ്. സാധാരണ നമ്മൾ പൂജയ്ക്ക് എന്താ ചെയ്യുക? ദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് കൈകൊണ്ടും കാലുകൊണ്ടും വായ കൊണ്ടുമൊക്കെയാണ് ആ ദ്രവ്യങ്ങൾ സമർപ്പിക്കുക. വായ കൊണ്ട് മന്ത്രം ചെല്ലും, കൈ കൊണ്ട് ദ്രവ്യമെടുക്കും, എന്നിട്ട് അഗ്നികുണ്ഡത്തിലോ അല്ലെങ്കിൽ ബിംബത്തിൻ്റെ അടിയിലോ കൊണ്ടുപോയി അങ്ങനെ സമർപ്പിക്കും. ഇതാണല്ലോ സാധാരണ ദ്രവ്യാത്മകമായിരിക്കുന്ന പൂജ. ഇവിടെ അതൊന്നുമില്ല, ബാഹ്യദ്രവ്യം ഒന്നുമില്ല. നമ്മുടെ മനസ്സും ബുദ്ധിയും മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, എന്ത് ബാഹ്യദ്രവ്യമാണ് ഉപയോഗിക്കുന്നത്? എൻ്റെ മനസ്സും ബുദ്ധിയും വായും. പിന്നെ ശ്ലോകങ്ങളൊക്കെ നോക്കാനായി ഞാൻ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടുള്ള വെർഷൻ എൻ്റെ മുൻപിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, അത് നോക്കണം. അത് എടുത്തു ഹോമിക്കണമൊന്നുമില്ല. പുഷ്പങ്ങളെ പോലെയോ പാല് പോലെയോ നെയ്യ് പോലെയോ ഹവിസ് പോലെയോ അതെനിക്ക് നോക്കാൻ വേണ്ടി വയ്ക്കണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നടക്കുന്നത് മുഴുവൻ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ്. നിങ്ങളോട് സംസാരിക്കുന്നത് സംപ്രേഷണമായതുകൊണ്ട് എനിക്കതിൽ ശബ്ദം കലർത്തണം. എനിക്ക് മാത്രമാണെങ്കിലോ ശബ്ദത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രം ചെയ്യുന്ന പ്രയോഗമായിരിക്കും അത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ളത് ബുദ്ധിസാധനയാണ്. ആ ബുദ്ധിസാധന എന്ന് പറയുമ്പോൾ നിങ്ങളതൊരു ഇൻ്റലക്ച്വൽ എക്സസൈസ് ആയിട്ട് കാണരുത്. നമ്മുടെ ഇന്ദ്രിയം ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ, വായ ഉപയോഗിച്ച് ചെയ്യുന്ന ജപം, മനസ്സുപയോഗിച്ച് ചെയ്യുന്ന സ്മരണം, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ആലോചന, തത്വവിചാരം. മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും താണതാണ് ഇന്ദ്രിയങ്ങൾ, കുറച്ചും കൂടിയും ശ്രേഷ്ഠമാണ് വായ, അതിലും ശ്രേഷ്ഠമാണ് ഉള്ളിലുള്ള മനസ്സ്, അതിനേക്കാൾ ഉത്തുംഗമാണ് ബുദ്ധി. ആ ബുദ്ധി ലെവലിലുള്ള സാധനയാണ്. അവിടെയാണ് നമ്മൾ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയുന്നത്. തിരിച്ചറിഞ്ഞതോടുകൂടി വേണ്ടാത്തത് ഒന്നൊന്നായി നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് പോകും, വേണ്ടത് ഒന്നൊന്നായി അതിൽ ഉൾപ്പെടും.
അത് മുഴുവനും നടക്കുന്നത് ഈ ബുദ്ധിയുടെ മുൻപിലാണ്. ഓഹോ, ഇത് അനാശാസ്യമോ, എനിക്കുണ്ടല്ലോ, അത് ശരിയല്ലല്ലോ. അനാശാസ്യം, അനാശാസ്യം, അനാശാസ്യമേ പോയി. ഇത് ആശാസ്യം, ആശാസ്യം, ഓ ആശാസ്യമോ വന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ പറയുന്നത്? അല്ല എൻ്റെ കൊട്ടയ്ക്കും വട്ടിക്കും അളന്നെടുക്കണതൊന്നും അല്ലാതെ ആ ബുദ്ധിയിലുള്ള തീർപ്പാണ്. അനാശാസ്യം എന്ന് പറഞ്ഞാൽ അനാശാസ്യം തന്നെ. ഇറ്റ് ഈസ് അൺഡിസൈറബിൾ. ഇഫ് ഇറ്റ് ഈസ് അൺഡിസൈറബിൾ അക്കോർഡിംഗ് ടു മീ, ഇറ്റ് ഹാസ് നോ പ്ലേസ് ഇൻ മീ. ഇറ്റ് ഷുഡ് സിംപ്ലി വെക്കേറ്റ്. സോ ഇറ്റ് ബിഗിൻസ് ടു വെക്കേറ്റ്. അനാശാസ്യം എന്ന് ഞാൻ മുദ്ര കുത്തുമ്പോൾ, ബുദ്ധി മുദ്ര കുത്തുമ്പോൾ, പിന്നെ അവിടെ അനാശാസ്യതയ്ക്ക് പുലരാൻ പറ്റില്ല. അത് സ്ഥലം വിടും. ആശാസ്യമാണെന്ന് സമ്മതിക്കുമ്പോഴോ അത് ഉള്ളിലേക്ക് വരും. അതാണ് ഈ തത്വപ്രവചനത്തിൻ്റെ മഹിമ. പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് എങ്ങനെയാ ആത്മമജ്ജനം ഉണ്ടായത്? 7 ദിവസം കൊണ്ട്. പരീക്ഷിത്ത് ഒന്നും ചെയ്തില്ല. ശുഗമഹർഷി പറഞ്ഞത് കേട്ടേയുള്ളൂ, ഇരുന്നേ ഉള്ളൂ, ഒന്നും ചെയ്തില്ല അദ്ദേഹം. ഇടയ്ക്കിടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും, കൂടുതൽ വിവരിക്കാൻ പറയും, പ്രത്യേക താല്പര്യമുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കും. വേറെ ഒന്നും ചെയ്തില്ലല്ലോ. അദ്ദേഹം ക്രിയാത്മകമായി ഒന്നും ചെയ്തില്ല. കേട്ടതൊക്കെ പതിഞ്ഞ് 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 ഉള്ളിൽ പോവുക ചെയ്തത്. അതേ അദ്ദേഹം ചെയ്തുള്ളൂ. അതാണ് ഇതിൻ്റെ വിശേഷം. വസിഷ്ഠൻ ശ്രീരാമനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, വളരെ വിശേഷപ്പെട്ടതാണ്. സീമാനം സർവദുഃഖാനാം ആപദാം കോശമുത്തമം ബീജം സംസാരവൃക്ഷാണാം പ്രജ്ഞാമാന്ത്യം വിനാശയേത്. രാമൻ്റെ ആവലാതി എന്താ? തീർത്ഥയാത്രയ്ക്ക് പോയി, അയോധ്യ വിട്ട് പുറത്തേക്ക് കടന്നു. ഭാരത ഉപഭൂഖണ്ഡത്തിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഞാൻ വിചാരിച്ചതുപോലെയുള്ള ഒരു സുന്ദര മേഖലയൊന്നുമല്ല. മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. പലർക്കും മനസ്സ് വളരെ മോശമാണ്. കാമികളും ക്രോധികളും അത്യാർത്ഥികളുമാണ് എല്ലാ സ്ഥലത്തും. ഇങ്ങനെ ഒരു ലോകത്തിൽ എനിക്ക് ഇരിക്കണ്ട, വേണ്ട എന്ന് പറഞ്ഞ് വേവുന്ന മനസ്സോടുകൂടിയാണ് പോയിരുന്നത്. അപ്പോൾ വസിഷ്ഠർ പറയാണ്, രാമ ഒരു കാര്യം മനസ്സിലാക്കണം. ദൃശ്യം അവിടെ പുറത്തു നിൽക്കുന്നു, അതിനെ കണ്ടത് നിൻ്റെ മനസ്സാണ്. ആ കണ്ടതിനെ സംലയിപ്പിച്ചെടുക്കാനുള്ള സാമർഥ്യം നിനക്കില്ലാത്തത് കൊണ്ടാണ് ഈ ദൃശ്യം നിന്നെ വഞ്ചിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക്, സീമാനം സർവദുഃഖാനാം, എല്ലാ ദുഃഖങ്ങൾക്കും ഉള്ള അതിർത്തിയും മേഖലയും ഒക്കെ നമ്മുടെ മനസ്സാണ്. ആപദാം കോശമുത്തമം, സർവ്വവിധത്തിലുള്ള ആപത്തുകളും വിപത്തുകളും വരുന്നുണ്ടല്ലോ. ആ ആപത്തിൻ്റെ മുഴുവൻ കോശവും സർവ്വദുഃഖങ്ങളുടെയും സീമയും ബീജം സംസാരവൃക്ഷാണാം. ഈ സംസാരം എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണെങ്കിൽ അതിനുള്ള വിത്ത്, ഇത് മുഴുവനും എന്താ? പ്രജ്ഞാമാന്ത്യം. നല്ല പോലെ മനസ്സിലാക്കൂ. നിങ്ങൾ ആരെ വേണമെങ്കിൽ കുറ്റം പറയാം, ലോകത്ത് ദുഷിക്കാം, ഈശ്വരനെ തന്നെ പഴിചാരിക്കോളൂ. പക്ഷേ ഇതിലൊക്കെ കിടന്ന് കളിക്കുന്നത് നിങ്ങളുടെ പ്രജ്ഞാമാന്ദ്യമാണ്. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? വിവേകം, വിശേഷബുദ്ധി. ആ വിശേഷബുദ്ധി മന്ദീഭവിച്ചിരിക്കുകയാണ്. അതിനൊരു മാന്ദ്യം, ബുദ്ധിമാന്ദ്യം എന്ന് പറയുന്നത് മാതിരി പ്രജ്ഞാമാന്ദ്യം വന്നിരിക്കുകയാണ്. ആ പ്രജ്ഞാമാന്ദ്യമാണ് ഇതിന് മുഴുവനും കാരണം. അതിനെ നശിപ്പിക്കണം. അപ്പം നീ പോയി കണ്ട ലോകത്തിലല്ല പിശക്. ഇതേ ലോകത്തിൽ പല ആൾക്കാരും ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ അത് സന്തോഷമാണ്. നമ്മൾക്ക് മാത്രം എന്താ സന്താപം? അപ്പം നമുക്ക് സന്താപം ജനിപ്പിക്കുന്നത് പുറം ദൃശ്യമല്ല, ആ ദൃശ്യത്തെ ദൃശ്യമാക്കി തീർത്ത് കണ്ട് വ്യാഖ്യാനിച്ച് വിവരിച്ച് അതിന് മുദ്ര കുത്തുന്ന നമ്മുടെ മനസ്സാണ് നമുക്ക് വിഷമം. ആ പ്രജ്ഞയിലുള്ള മാന്ദ്യമാണ്. അതിനെ ആദ്യമായി നശിപ്പിക്കണം. അതിനെ നശിപ്പിക്കാൻ എന്താ വേണ്ടത് മനുഷ്യന് സഹായം എന്ന് ചോദിച്ചാൽ, സുന്ദര്യാ നിജയാ ബുദ്ധ്യ പ്രജ്ഞയൈവ വയസ്യയാ പദമാസാദ്യതേ രാമ നാമക്രിയയാന്യയാ. 2 കാര്യങ്ങളാണ് വസിഷ്ഠർ പറയുന്നത്. എന്താ? സുന്ദര്യാ നിജയാ ബുദ്ധ്യ. നിജയാ ബുദ്ധ്യ സുന്ദര്യ, തൻ്റെ തന്നെ അതിസുന്ദരിയായിരിക്കുന്ന ബുദ്ധിയിൽ. ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിയെ സുന്ദരിയായി ചിത്രീകരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾക്കൊക്കെ സുന്ദരം ബാഹ്യദൃശ്യ. ഒരു പൂന്തോട്ടത്തിൽ ചെന്നു, 10-16 പുഷ്പങ്ങളുണ്ട്, പലതരം. അതിൽ ഒരെണ്ണം നോക്കിയിട്ട് പറയുകയാണ്, ഓ ഈ എഡ്വേർഡ് റോസ് എനിക്കിഷ്ടമായി, താമരപ്പൂ എനിക്കിഷ്ടമായി. അപ്പോൾ അതിൽ പലതിനെയും കണ്ട് ബാക്കിയുള്ളതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ പുഷ്പം എന്ന് പറഞ്ഞ് അതിസുന്ദരമാണെന്ന് ചിത്രീകരിക്കുന്നത് നമ്മുടെ ബുദ്ധിയല്ലേ? അപ്പോൾ ബുദ്ധിയാണോ സുന്ദരി, അതോ പുഷ്പമോ സുന്ദരം? ഈ ബാഹ്യലോകത്തെ കാണിച്ചു തരുന്നത് ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങളെ കാണിച്ചു തരാൻ പ്രേരിപ്പിക്കുന്നതും അതിന് ദിശ നൽകുന്നതും നമ്മുടെ ബുദ്ധിയും മനസ്സുമാണ്.
കണ്ടതിന് മുഴുവനും മുദ്ര കുത്തി ഇന്നത് നല്ലത് ഇന്നത് ചീത്ത എന്ന് പറയുന്ന വിവേചനവും ബുദ്ധിയിൽ നിന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ സൗന്ദര്യം നമ്മുടെ ബുദ്ധിക്കുള്ളതോ അതോ വസ്തുക്കൾക്കുള്ളതോ? വസ്തുക്കളെ നോക്കി ഇത് സുന്ദരമാണെന്നുള്ളത് ഒരു തീർപ്പാണ് നമ്മുടെ. ആ തീർപ്പ് വെറും കണ്ണിൻ്റെ തീരുമാനമല്ല, അത് ബുദ്ധിയുടെ തീരുമാനമാണ്. അപ്പം മറ്റു പലതിനെയും അസുന്ദരവും അല്ലെങ്കിൽ താരതമ്യേന സൗന്ദര്യക്കുറവുള്ളതും ഇതിനെ കൂടുതൽ സുന്ദരവുമായി ചിത്രീകരിക്കുന്ന നമ്മുടെ ബുദ്ധിയല്ലേ എല്ലാവിധത്തിലും സുന്ദരി. അതാണ് ഇവിടെ പറയുന്നത്. സുന്ദര്യ നിജയ ബുദ്ധിയ. ആ ബുദ്ധിയെ ഉപയോഗിച്ച് ഇപ്പം കൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത് മാതിരി, അർജുനന് പറഞ്ഞു കൊടുത്തത് മാതിരി നമ്മുടെ ബുദ്ധിയെ കൂടുതൽ കൂടുതൽ മികച്ചതാക്കി തീർക്കുകയാണ്. ആ വിവേചനം വരുത്തി വിഷയത്തിൽ നിന്ന് ശ്രദ്ധയെ മാറ്റി വിഷയിലാക്കി, ദൃശ്യമണ്ഡലത്തിൽ നിന്ന് പിൻവലിപ്പിച്ച് ദൃക്കിലോ ദ്രഷ്ടാവിലോ ആക്കി തീർത്ത് അതിൻ്റെ വൈഭവം മുഴുവനും വെളിച്ചത്ത് കൊണ്ടുവരാൻ ഈ പ്രയോഗം ഇതാണല്ലോ. അപ്പം ഇവിടെ പറയാണ് സുന്ദര്യ നിജയാ ബുദ്ധിയ പ്രജ്ഞയൈവ വയസ്യയാ. വയസ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ലൊരു ഫ്രണ്ട്. ആ ഫ്രണ്ട് പ്രജ്ഞയൈവ, കാര്യം ബുദ്ധിയുണ്ടത് ഗ്രഹിക്കാനാണ് ബുദ്ധി. ആ ഗ്രഹിക്കുന്ന ബുദ്ധിയെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് താത്വികമായും സത്യസന്ധമായും സത്യത്തിന് അനുസരണീയമായും അങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത്. അതിന് വേണം ഈ വിവേകം. അങ്ങനെ ഒരു ഭാഗത്ത് ബുദ്ധിയും പിന്നെ ഒരു ഭാഗത്ത് വിവേകവും, ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് പദം ആസാദ്യതേ രാമ ന നാമക്രിയയാന്യയ. ഏറ്റവും വിശേഷപ്പെട്ട പദം സ്ഥാനം നമ്മൾ സമ്പാദിക്കുന്നത് സ്വന്തം ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും പ്രയോഗത്തോടും സഖ്യത്തോടും കൂടിയാണ്. ന നാമക്രിയയാന്യയ. അല്ലാതെ വെറുതെ ഇരുന്നിടത്തിരുന്ന് കുറേ നാമങ്ങൾ ചെയ്തതുകൊണ്ടോ അഗ്നികർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ യോഗാനുഷ്ഠാനത്തിൻ്റെ പേരിൽ ഐസിൽ പോയി കിടന്നതുകൊണ്ടോ ചുട്ട മണലിൽ ചെന്ന് കിടന്നതുകൊണ്ടോ ഒന്നുമല്ല. അപ്പം ഇതിനിവിടെ ആവശ്യം ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പ്രയോഗമാണ്. ആ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന പ്രയോഗമാണ് ഈ ആലോചന, താത്വികമായിരിക്കുന്ന, ഞാൻ ഇംഗ്ലീഷിൽ പറയും ട്രൂത്ത്ഫുൾ ഇൻട്രോസ്പെക്ഷൻ എന്ന്, സത്യസന്ധമായിരിക്കുന്ന ആലോചന, സത്യത്തെക്കുറിച്ച് സത്യാനുബദ്ധമായിരിക്കുന്ന ആലോചന. ആ ആലോചനയിൽ തർക്യതാം മാ കുതർക്യതാം, തർക്കിക്കാം പക്ഷേ നല്ല തർക്കമായിരിക്കണം, കുതർക്കമാകരുത്. അപ്പം സത്യത്തെ പുറത്തു കൊണ്ടുവരാനും നമുക്ക് അനാശാസ്യമായിരിക്കുന്ന വശങ്ങൾ തള്ളിക്കളഞ്ഞ് ആശാസ്യമായതിനെ ഉൾക്കൊള്ളിക്കാനും പറ്റിയ തരത്തിലുള്ള ഒരു നല്ല കർമ്മം, കല്യാണകർമ്മമായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. സുന്ദര്യാ നിജയാ ബുദ്ധ്യ പ്രജ്ഞയൈവ വയസ്യയാ പദമാസാദ്യതേ രാമ ന നാമക്രിയയാന്യയാ. എവിടെ പോയി കാര്യം? വസിഷ്ഠൻ ശ്രീരാമനോട് പറയുന്നതാണ്. വെറുതെ നാം കുറച്ച് നാമം ജപിച്ചത് കൊണ്ടോ എന്തെങ്കിലും ക്രിയകളോ കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്തതുകൊണ്ടോ നമുക്ക് ഈ ഉള്ളിലുള്ള പരമപദം കൈവരില്ല. അത് കൈവരണമെങ്കിൽ ബുദ്ധി കൊണ്ട് താത്വമായിരിക്കുന്ന ആലോചന, തത്വമനനം, തത്വവിചിന്തനം ആവശ്യമാണ്. ആ തത്വവിചിന്തനത്തിൽ അനാശാസ്യമായിരിക്കുന്ന ഒരു ഭാഗമോ ഒരു മുന്നേറ്റമോ നാം അനുവദിക്കരുത്. രാവണൻ കേമനായിരുന്നു, വേദങ്ങളൊക്കെ അറിഞ്ഞവനായിരുന്നു, പല വിധത്തിലുള്ള തപസ്സും രാവണൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്താലും രാവണൻ ഒരു ദുഷ്ടപഥത്തിലാണ് സഞ്ചരിച്ചത്. ശ്രീരാമനോ മറിച്ചും, കുംഭകർണനോ ഒരു തരം, വിഭീഷണനോ വേറൊരു തരം. അപ്പം നമ്മൾ അനുവർത്തിക്കുന്നതായ ആ മാർഗം അത് നന്നാവണം എന്നുള്ളത് വളരെ മുഖ്യമാണ്. അതാണ് ഇവിടെ പ്രജ്ഞയൈവ വയസ്യയാ എന്ന് കൂട്ടിച്ചേർത്തത്. വെറും ബുദ്ധി കൊണ്ട് കാര്യമായില്ല. ആ ബുദ്ധിയെ നേരുമാർഗത്തിൽ വിവേകോചിതം പ്രവർത്തിക്കുക എന്നുള്ളൊരു ആവശ്യമുണ്ട്. ആ ഒരു സഖിയും കൂടി നമുക്ക് ആവശ്യമാണ്. യേവ യത്നഃ ക്രിയതേ ബാഹ്യാർത്ഥോപാർജനേ ജനൈഃ സയേവ യത്നഃ കർത്തവ്യഃ പൂർവം പ്രജ്ഞാവിവർദ്ധയേ. വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്നത്തെ നാഗരിക ലോകത്തിന്, ആധുനിക സംസ്കാരത്തോടു കൂടിയുള്ളവർ, നമുക്ക് പറ്റുന്ന പിഴവെന്താ? നമ്മുടെ ടി വിയിലായാലും ബാക്കി ചിത്രീകരണത്തിലായാലും നമ്മൾ വിട്ടുപോണത് എന്താ? രാജ്യത്തിലുള്ള കുട്ടികളെ നിങ്ങൾ രാജ്യപ്രജകളാണ് എന്നുള്ളൊരു ആഹ്വാനമോ ഒരു നാമകരണമോ നാം ചെയ്യുന്നില്ല. വീട്ടിൽ ജനിക്കുന്ന കുട്ടികളൊക്കെ തറവാട്ടിലത്തെയും കുടുംബത്തിൻ്റെയും കുട്ടികളായിട്ടാണ് ജീവിക്കുന്നത്. ഒരാളും ഇവിടെ പറയുന്നവരില്ല ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്, ഞാൻ ഭാരതത്തിൻ്റെ ഒരു സന്താനമാണെന്ന് പറയുന്നവരിവിടെ ആരുമില്ല. എന്തിനാ കുട്ടികൾ ചാവുമ്പോൾ നോക്കാൻ, എന്തിനാ കുട്ടികൾ മരിക്കുമ്പോൾ വെള്ളം തരാൻ, ഇത്രേ പറയുന്നവരുള്ളൂ. നമുക്ക് ജനിച്ച കുട്ടികൾ രാജ്യപൗരന്മാരാണെന്നൊരു തോന്നലില്ല. രാജ്യം നന്നായില്ലെങ്കിൽ അവർ നന്നാവില്ല, അവർ നന്നായില്ലെങ്കിലോ രാജ്യവും നന്നാവില്ല. അപ്പം ഇനി പൗരന്മാരെ ആരാ പ്രസവിക്കുക? സ്വർഗത്തിൽ പ്രസവിച്ച് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇവിടെ പ്രസവിക്കുന്ന കുട്ടികളെ അല്ലേ നമ്മൾ നല്ല പൗരന്മാരാക്കി തീർക്കേണ്ടത്? ഇപ്പം ഗവൺമെൻറ്റിൻ്റെ നിലവാരത്തിൽ വളരെ അഴിമതി നടക്കുന്നു.
നമ്മളെല്ലാവരും സർക്കാരിനെ വിരൽ ചൂണ്ടി സർക്കാർ 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 എന്ന് പറയുക. ആരാ ഈ സർക്കാർ? 6000, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളോട് മുമ്പ് പറഞ്ഞോ എന്നറിയില്ല, 6000 IAS ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ, 900 മന്ത്രിമാരുമുണ്ട്, എല്ലാം കൂടി ഒരു 7000 പേരായി. ഈ 7000 പേരെ 7000 കുടുംബത്ത് പല ദിക്കിലുമായിട്ട് പല സ്ഥലത്തുമായിട്ട് ജനിച്ചവരാണല്ലോ. ആ കുട്ടികളെ പ്രസവിച്ച അമ്മമാർ അമ്മിഞ്ഞ കൊടുത്ത് വളർത്തുമ്പോൾ അവരെ നല്ല ഗുണശീലത്തോടു കൂടി വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ സർക്കാർ കസേരയിൽ ചെന്നിരുന്നാൽ അഴിമതി കാണിക്കുമോ? കാണിക്കില്ലല്ലോ. അപ്പോൾ ഇവരുടെ അഴിമതിക്ക് ആരാ കാരണക്കാർ? നിങ്ങൾ അമ്മിഞ്ഞ ഊട്ടി വളർത്തിയത് ശരിയല്ലാത്തതാണ് കാരണം. അങ്ങോട്ട് ആരും വിരൽ ചൂണ്ടണ്ട, നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ഭക്തിയുടെ പേരിൽ നാം പലതും കാട്ടിക്കൂട്ടുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് സാർത്ഥകമാവുന്നുണ്ടോ? ജനങ്ങളെ നന്നാക്കാൻ ഉപകരിക്കുന്നുണ്ടോ? മനസ്സിലുള്ള കന്മഷങ്ങൾ നീക്കി നിർത്തുന്നുണ്ടോ? അനാശാസ്യതയെ നീക്കിക്കളയാനും ആശാസ്യതയെ ഉൾക്കൊള്ളാനും ഉപകരിക്കുന്നുണ്ടോ നമ്മുടെ ഭക്തി അഭ്യാസങ്ങളോ പ്രകടനങ്ങളോ മുഴുവനും? ആലോചിച്ച് നോക്കൂ. ഏവയത്ന ക്രിയതേ ബാഹ്യാർത്ഥോപാർജനേ ജനൈഹി. മനുഷ്യരെല്ലാവരും കൂടി ജനങ്ങളാൽ ബാഹ്യമായിരിക്കുന്ന അർത്ഥം ഉപാർജനം സമ്പാദിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രയത്നം നടക്കുന്നുണ്ടോ? നാം കുട്ടികളെ പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ഉദ്യോഗത്തിന്. ഉദ്യോഗം കിട്ടി പണം സമ്പാദിക്കണം, സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ഉദ്യോഗം, കോർപ്പറേഷൻ ജോലി, അങ്ങനെ ബാഹ്യമായിട്ടുള്ള ആഡംബരങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം നാം ചെയ്യുന്നുണ്ടോ, യോഗ്യതകൾ വളർത്തിയെടുക്കുന്നുണ്ടോ, അതൊക്കെ അവിടെ നിർത്തിവെച്ച് ആദ്യം വേണ്ടതെന്താ? സയേവ യത്നഃ കർത്തവ്യഃ പൂർവം പ്രജ്ഞാവിവർദ്ധയേ. ആദ്യമായിട്ട് മനസ്സും ബുദ്ധിയും നന്നാവാനുള്ള പ്രയത്നമാണ് ചെയ്യേണ്ടത്. ആ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും വേണം നിങ്ങൾക്ക് ഉദ്യോഗം ഭരിക്കാൻ, ആ ഉദ്യോഗത്തിൽ നിന്ന് വരുമാനം കിട്ടാൻ, കിട്ടിയ വരുമാനം വേണ്ടതുപോലെ വിനിയോഗിക്കാൻ. ആ സമ്പാദിക്കുന്ന സമയത്തോ വിനിയോഗിക്കുന്ന സമയത്തോ തൻ്റെ കുടുംബത്തിന് നന്മ എന്നതുപോലെ രാജ്യത്തിൻ്റെ നന്മ ഭദ്രമാക്കി നിർത്തിക്കൊണ്ട് വേണം അത് ചെയ്യാൻ. രാജ്യത്തിന് ഒരു നിലയ്ക്കും നാം ഉപദ്രവിക്കരുത്. ഉപകാരമുണ്ടെങ്കിൽ ചെയ്തോളൂ. ദേശത്തിൻ്റെ വളർച്ചയോ പുരോഗതിയോ തടസ്സപ്പെടുത്താൻ ലോകത്തിൽ ഒരാൾക്കും അവകാശമില്ല. ഈ ഒരു ദേശസ്നേഹം എന്ന് പറയുന്നത്, സമാജ സ്നേഹം എന്ന് പറയുന്നത്, അഖില ജീവ വാത്സല്യം എന്ന് പറയുന്നത്, ഇത് കുട്ടികളിൽ വളർത്തിയെടുക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പ്രായമായ ആൾക്കാർ, പ്രജകൾ എങ്ങനെ രാജ്യത്തെ നല്ലപോലെ ഭരിക്കുന്ന നിങ്ങൾ പറയുന്നത്? അപ്പം ഇതിൽ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. വസിഷ്ഠൻ പറയുകയാണ്, ആദ്യമായി തന്നെ പുറം വസ്തുക്കൾ ശേഖരിക്കാൻ വേണ്ടി എന്ത് പ്രയത്നമാണോ സാധാരണ ജനങ്ങൾ ചെയ്യുന്നത്, ആ പ്രയത്നം അവനവൻ്റെ പ്രജ്ഞയെ വർദ്ധിപ്പിക്കാൻ, വിശേഷബുദ്ധിയെയും വിവേകത്തെയും വർദ്ധിപ്പിച്ച് നങ്കൂരമിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യമായി അതിനെ വിനിയോഗിക്കേണ്ടത്. അപ്പം നിങ്ങൾ ആരും പറയണ്ട, കുട്ടികളെ നിങ്ങൾ ധർമ്മം പഠിപ്പിച്ചിട്ടില്ല, സത്യം പഠിപ്പിച്ചിട്ടില്ല, സദാചാരം എന്ന് പറയുന്നത് പഠിപ്പിച്ചിട്ടില്ല. ഇതൊന്നും പഠിപ്പിക്കാതെ അവർ മുതിർന്നു കഴിഞ്ഞാൽ കേമന്മാരാവണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാവുക? ഇതാ കേമന്മാരായിട്ടുണ്ട്. അഴിമതി കേമന്മാർ. ദേശത്തിനെ തകർക്കാനും ദേശത്തിൻ്റെ മുതൽ അവിഹിതമായി കട്ടുകൊണ്ടുപോകാനും മിടുക്കന്മാർ. അതിനെ എത്ര വേണമെങ്കിൽ കയ്യുമടക്കാനും എവിടെയൊക്കെ വേണമെങ്കിൽ പോകാനും ആർക്കൊക്കെ വേണമെങ്കിൽ കോഴ കൊടുക്കാനും അവർ തയ്യാറാണ്. ഇതാണിപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഏവയത്ന ക്രിയതേ ബാഹ്യാർത്ഥോപാർജനേ ജനൈഹി സയേവയത്ന കർത്തവ്യഃ പൂർവം പ്രജ്ഞാവിവർദ്ധയേ. ഒരു ശ്ലോകം കൂടി പറയാം. ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, ഇനിയും പറയും. ചിത്തം കാരണമർത്ഥാനാം തസ്മിൻ സതി ജഗത്രയം തസ്മിൻ ക്ഷീണേ ജഗത്ക്ഷീണം തച്ചികിത്സ്യം പ്രയത്നതഃ. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു വസ്തുവിനെ കണ്ട ആകർഷണം തോന്നി, ആ ആകർഷണം തോന്നിയത് വസ്തുവിൻ്റെ ദോഷമോ അതോ ആകർഷണം തോന്നിയ മനസ്സിൻ്റെ ദോഷമോ? പൊന്മാൻ വന്ന് സീതയിൽ ആകർഷണം ജനിപ്പിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ പൊന്മാൻ വന്ന ഉദ്ദേശം വളരെ കൃത്യമാണ്. സീതയെ മോഹിപ്പിക്കണം തന്നെയാണ്. മോഹിക്കാതെ ഇരിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? സീതയുടെ ചുമതലയാണ്. ആ വന്നത് പൊന്മാനല്ല എന്ന് ലക്ഷ്മണൻ വരെ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴും സീത കൂട്ടാക്കിയില്ല തൻ്റെ തീരുമാനം ഒന്ന് തിരുത്താൻ. പിന്നെ എന്താ ഉണ്ടാവുക? അപകടം. 15 മിനിറ്റിൽ കഴിഞ്ഞു, രാവണൻ്റെ കയ്യിലായി. അപ്പം നമ്മളിത് വളരെ മനസ്സിലാക്കണം. ചിത്തം കാരണമർത്ഥാനാം തസ്മിൻ സതി ജഗത്രയം. സർവ പദാർത്ഥങ്ങൾക്കും കാരണം നമ്മുടെ മനസ്സാണ്. ആ പദാർത്ഥങ്ങളുണ്ട്, ഇന്ന തരമാണ്. ഇതാ എൻ്റെ മുൻപിൽ ഇവിടെ ചില സാമാനങ്ങളൊക്കെ ഉണ്ട്. 1-2 ലൈറ്റ് കുടയൊക്കെ ആയിട്ട് എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. കുറേ ആൾക്കാർ മുൻപിലുണ്ട്. 2-3-4 കസേരയുണ്ട്, ഇവിടെ ക്യാമറയുണ്ട്, ഇപ്പുറത്ത് എൻ്റെ പിന്നിൽ 3-4 പേരിയ്ക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എൻ്റെ മനസ്സാണ്. മനസ്സില്ല എന്ന് വെച്ചാൽ ഞാനിതൊന്നും കാണാൻ പോണില്ല. അപ്പം സർവ്വ കാഴ്ചകളും
നിർഗളിക്കുന്നതും രൂപപ്പെടുത്തുന്നതും പ്രതിഫലനം ഉണ്ടാക്കിക്കുന്നതും ഒക്കെ മനസ്സിലാണ്. അപ്പം മനസ്സാണ് അർത്ഥങ്ങൾക്ക്, വസ്തുക്കൾക്ക് കാരണം. തസ്മിൻ സതി ജഗത്രയം. ഈ മനസ്സ് ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഈ ജഗത്തുള്ളൂ. തസ്മിൻ ക്ഷീണേ ജഗത് ക്ഷീണം. ഞാനിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഉറക്കം വന്നു, ക്ഷീണം വന്നു. എൻ്റെ ശബ്ദവും നിൽക്കും, സംസാരവും നിൽക്കും. അപ്പം മനസ്സ് ഉണർന്നിരിക്കുമ്പോഴേ 3 ലോകമുള്ളൂ. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി ലോകങ്ങളുള്ളൂ. തസ്മിൻ ക്ഷീണേ ജഗത് ക്ഷീണം. ഈ മനസ്സിന് ക്ഷീണിതമായി മനസ്സെന്നുണ്ടെങ്കിൽ ജഗത്തും ഇല്ലാതെയാവും. മനസ്സ് നിന്നു പോയാൽ, ക്ഷീണിച്ചാൽ ജഗത്തും ക്ഷീണിതമായി. അതുകൊണ്ട് തച്ചികിത്സ്യം പ്രയത്നത. ഈ മനസ്സിനെയാണ് ചികിത്സിക്കേണ്ടത്. വളരെ കഷ്ടപ്പെട്ട് ജാഗരൂകമായി സ്ഥിരവും നിരന്തരവുമായിരിക്കുന്ന പരിശ്രമം കൊണ്ട്. മനസ്സാണ് ഇതിന് മുഴുവൻ കാരണം. അതാണ് കാരണം. ആ മനസ്സിലും ബുദ്ധിയിലും അധിഷ്ഠിതമാണ് ഭക്തിയായാലും ജ്ഞാനമായാലും യോഗമായാലും കർമ്മമായാലും നമ്മുടെ സാധന. ഇത് നല്ല പോലെ എല്ലാവരും ഉറപ്പിക്കണം. അപ്പം കൃഷ്ണൻ ഉദ്ധവനെ പറഞ്ഞ് ധരിപ്പിക്കുന്നു. ആ ഭാഗം നിങ്ങൾ വിട്ടുകളയരുത്. ഉദ്ധവൻ്റെ മനസ്സിൽ വന്നുകൂടിയിട്ടുള്ള വ്യാമോഹവും ഉണ്ടക്കയ്യും ഒക്കെ മാറ്റി ഉദ്ധവനെ കൃഷ്ണൻ ഉദ്ദേശിക്കുന്ന മാതിരി, ഉദ്ധവൻ തന്നെ അഭിലഷിക്കുന്നത് മാതിരി ദ്വാരകയോടും കൃഷ്ണനോടും വിട പറഞ്ഞ് ബദരികാശ്രമത്തിലേക്ക് പോകാറാക്കണം. അതാണ് ഇവിടെ ആവശ്യം. അതിനുവേണ്ടി ആ മനസ്സിൽ കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് നൽകുന്നത്. ചെവിയിലൂടെ കൃഷ്ണൻ പറയുന്നതൊക്കെ കേട്ട് മനസ്സിൽ അത് പതിഞ്ഞ് എത്രത്തോളം പതിയുന്നുവോ അത്രത്തോളം ആശാപാശം നീങ്ങും, അജ്ഞാനം നീങ്ങും, വിഷമങ്ങൾ നീങ്ങും, ദുസ്വാധീനങ്ങൾ പോകും, പരാധീനത, ബലഹീനതയൊക്കെ വഴിമാറും. എന്നിട്ട് ആത്മബലം, ഉൾപ്രസന്നത, ഉൾസുഖം, ഉത്സാഹം, ഇതൊക്കെ അവിടെ എങ്ങനെ അങ്കുരിച്ചു തുടങ്ങും. ഇതാണ് നമുക്ക് ആവശ്യം. ചിത്തം കാരണമർത്ഥാനാം തസ്മിൻ സതി ജഗത്രയം തസ്മിൻ ക്ഷീണേ പരിക്ഷീണം തച്ചികിത്സ്യം പ്രയത്നത. അധ്യാത്മമായിട്ടുള്ള സാധനയെക്കുറിച്ചാണ് കൃഷ്ണൻ വളരെ വ്യക്തമായി തറപ്പിച്ച് ആശയത്തെളിച്ചത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ആർക്ക്? ഉദ്ധവൻ, പരമഭക്തന്. അതിൽ കൃഷ്ണൻ ഊന്നി പറയുന്നത് എന്താ? വൈശാരദീ സാ അതിവിശുദ്ധ ബുദ്ധി. വളരെ നിഷ്കർഷിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. നല്ല കുശലം, സമർത്ഥമായിരിക്കണം നമ്മുടെ ബുദ്ധി. മാത്രമല്ല സമർത്ഥതയോടൊപ്പം അതിന് പരിശുദ്ധി, പവിത്രതയും വേണം. ഈ ബുദ്ധിയെ പരിശുദ്ധമാക്കാനും കുശലമാക്കാനും വേണ്ടിയിട്ടുള്ള സാധന എന്തുണ്ടോ അതൊക്കെയാണ് ഈ അധ്യാത്മ സാധന. അപ്പം അധ്യാത്മ സാധനയിൽ ബാക്കി അംഗങ്ങളോ ഭാഗങ്ങളോ വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ ശരീരമുണ്ടെന്ന് തന്നെ അനുഭവിക്കുന്നത് ശരീരമല്ല, മനസ്സാണ്. ശരീരമുണ്ടെന്നുള്ള തോന്നൽ പോലും മനസ്സാണ് രചിക്കുന്നത്. മനസ്സുണ്ടെന്നുള്ള തോന്നലോ ബുദ്ധിക്ക്, ബുദ്ധി ഉണ്ടെന്നുള്ള തോന്നൽ അഹങ്കാരത്തിനാണെന്ന് പറയാം. അഹങ്കാരമുണ്ടെന്നുള്ള തോന്നലോ അതാണ് ഈ ഞാൻ, ആത്മാ എന്ന് പറയുന്നത്. അപ്പം ഈ ആത്മതലത്തിലേക്കുള്ള പ്രവേശം ബാഹ്യമായി വട്ടം തിരിയുന്നത് കൊണ്ടല്ല. അത് പറയുമ്പോൾ പലർക്കും ഒരു പക്ഷേ നിങ്ങൾക്കത് രസിച്ചില്ല എന്ന് വരാം, മനസ്സിലാക്കാൻ ക്ലിഷ്ടമായി എന്നും തോന്നാം. ഒരു കാര്യമില്ല. ആ ക്ലിഷ്ടതയൊക്കെ മാറ്റി വച്ചേ പറ്റുള്ളൂ. മതം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളിൽ നിന്ന് വളരെ ദൂരെ, നമ്മളിൽ നിന്ന് വേറിട്ടും വളരെ ദൂരത്തുമുള്ള ഒരു അദൃശ്യമായ ഒരു ഈശ്വരശക്തിയോട് ബന്ധപ്പെടുത്തിയിട്ടാണ് സർവ്വമതങ്ങളും മതാനുഷ്ഠാനങ്ങളും. അധ്യാത്മം, സ്പിരിച്വൽ എന്ന് പറഞ്ഞാലോ അങ്ങനെ ഒന്നുമില്ല. അവനവൻ്റെ ശരീരം, അതിൻ്റെ ഉള്ളിലുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇവയോടെല്ലാം ഒപ്പിച്ച് ബന്ധപ്പെടുത്തി ചെയ്യുന്ന സാധനയാണ് ഈ അധ്യാത്മം. അപ്പോൾ അധ്യാത്മ സാധനയിൽ ഗണ്യമായിട്ടുള്ളതും വിനിയോഗിക്കേണ്ടതും നമ്മുടെ മനസ്സും ബുദ്ധിയുമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് എവിടെയാ? അതിവിശുദ്ധ ബുദ്ധി എന്നാണ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. അവിടെ പറയുമ്പോൾ ബാക്കി പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈദിക കർമ്മമുറകളും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഏതാ എന്നൊരു ചോദ്യം വരും. അപ്പോൾ ഇത് ഉറപ്പിച്ചതിന് ശേഷം പറയുകയാണ് കൃഷ്ണൻ, നിങ്ങൾ മറ്റൊരു പ്രകാരത്തിൽ ചിന്തിക്കുന്നതാണെങ്കിൽ പോലും എന്ന് പറഞ്ഞ് ആ ചിന്തകളിലുള്ള ന്യൂനതകളും വിഷമങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുക. ഇപ്പോൾ ഇത് ഏതുപോലെയാണ് കൃഷ്ണൻ ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഈ അധ്യാത്മം മാത്രം പറഞ്ഞു പോയാൽ പോരാ. എന്താ കാരണം? അധ്യാത്മം തനതായി നിൽക്കുന്നില്ല. അതോടുകൂടി ബന്ധപ്പെട്ട് നമുക്ക് പല വിധത്തിലുള്ളതായ കർമ്മങ്ങളും, ഇപ്പോൾ വേദത്തിൽ എത്ര കർമ്മങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? വലിയ വലിയ യാഗങ്ങളുണ്ട്, യജ്ഞങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അശ്വമേധയാഗം മുതലായിട്ടുള്ള മഹാ അനുഷ്ഠാനങ്ങളുണ്ട്. ഇങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ പ്രസക്തിയില്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരാം. അപ്പോൾ അതെടുത്ത് അതിൻ്റെ ഗുണദോഷങ്ങളോ മൂല്യങ്ങളോ വിശകലനം ചെയ്യേണ്ടത് ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് അത്യാവശ്യമാണ്.
ശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുമ്പോൾ വേണ്ടത് മാത്രം പറഞ്ഞു പോയാൽ പോരാ. ആ വേണ്ടതിനെ മറ്റു പലതിനോടും കൂടി ബന്ധപ്പെടുത്തി ഇതെങ്ങനെയാ വേണ്ടതാവുന്നത്, ബാക്കിയൊക്കെ വേണ്ടാത്തതാവുന്നത് എങ്ങനെയാ, ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോഴേ ശാസ്ത്രമാവുള്ളൂ, അല്ലെങ്കിൽ ശാസ്ത്രമാവില്ല. എന്താ കാരണം? ലോകത്തിലെ എല്ലാവരും ഒരുപോലെ ബുദ്ധിയുള്ളവരോ ഒരുപോലെ രുചിയുള്ളവരോ അല്ല. വിഡംബ്യതേ ഭിന്നരുചിർഹി ലോക എന്നാണ് പ്രമാണവാക്യം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ലോകം കഷ്ടപ്പെടുന്നത് മുഴുവനും എന്താ കാരണം? ഭിന്നരുചിർഹി ലോക, പരസ്പരം വ്യത്യസ്തമായിരിക്കുന്ന അഭിരുചികളും പ്രേരണകളും ഉത്സാഹങ്ങളും ഒക്കെയാണ് മനുഷ്യർക്ക്. അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പ്രകൃതി തന്നെ പ്രകാശിക്കുന്നത് വൈരുദ്ധ്യങ്ങളിലും വൈവിധ്യങ്ങളിലുമാണ്. അപ്പം അതില്ല എന്ന് പറഞ്ഞുകൂടാ. അപ്പം അതിനെ കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു ബാക്കിയുള്ള ഭാഗങ്ങളെ എടുത്ത് വിമർശിക്കുന്ന ഒരു ഭാഗമാണ് ഇനി പറയാൻ പോണത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഭാഗവതം എന്ന് പറയുന്നത് 80% വേദാന്ത ശാസ്ത്രമാണെന്ന് പറയും. അപ്പോൾ വേദാന്തം എന്ന് പറയുമ്പോൾ വേദങ്ങളുടെ അന്തിമ ഭാഗമാണ്. അന്തിമ ഭാഗം എന്ന് പറഞ്ഞാൽ പൂർവ്വഭാഗങ്ങളെ പോലും ചോദ്യം ചെയ്ത് നിരസിച്ച് അതിന് വിലയുമില്ല നിലയുമില്ല എന്ന് കാണിക്കുന്നത്. കൃഷ്ണൻ ഇങ്ങനെ പറയണത് ഏതുപോലെയെന്ന് വെച്ചാൽ ഒരു പുതിയ പറച്ചിലല്ല. കുരുക്ഷേത്രത്തിൽ വെച്ച അർജുനൻ ഉപദേശിക്കുന്നു. എന്താണ് രംഗം? അർജുനൻ സ്വജനങ്ങളെയും മുത്തശ്ശനെയും ആചാര്യനെയും കണ്ട് വളരെ പരവശനായി യുദ്ധം ചെയ്യാൻ പറ്റില്ല, ഇത് മഹാപാപാണ് എന്ന് പറഞ്ഞ് വളരെ ദുഃഖിച്ച് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി വീണ് അങ്ങോട്ട് ഇരിപ്പായി. ആ അർജുനനെ ഉയർത്തിക്കൊണ്ടുവരണം, ഉത്സാഹപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന് ആത്മോപദേശമല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതിനെപ്പറ്റി ഇങ്ങനെയാണ് പറയുക. എങ്ങനെ? അസ്ഥാന സ്നേഹകാരുണ്യ ധർമാധർമ്മധിയാകുലം പ്രപന്നം പാർത്ഥമുദ്ദിശ്യ ശാസ്ത്രാവതരണം കൃതം. അസ്ഥാന സ്നേഹ കാരുണ്യധർമാധർമ്മധിയാകുലം. അസ്ഥാനത്തിലുള്ള സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും മനസ്സ് ധർമ്മത്തെയും അധർമ്മത്തെയും കുറിച്ച് ചിന്തിച്ച് വ്യാകുലമായി തീർന്നു. ആ വ്യാകുലമായി തീർന്ന മനസ്സിനെ വേണ്ടതുപോലെ ഒന്ന് സ്ഥിരപ്പെടുത്തി അതിന് സമാധാനവും ശാന്തിയും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എന്തു വേണ്ടി വന്നു? ശാസ്ത്രാവതരണം കൃതം. നമ്മുടെ ഭാരതഭൂമിയിൽ ശാസ്ത്രം എന്നുള്ള പേരിൽ, ധർമ്മം എന്നുള്ള പേരിൽ എന്തെല്ലാം ഉണ്ടോ അതിനെ മുഴുവനും പൂർണ്ണമായി അവതരിപ്പിച്ച് ഒരു തെളിച്ചമുണ്ടാക്കി കൊടുക്കുക ചെയ്തത്. തെളിച്ചം എന്ന് പറയുമ്പോൾ വൈരുദ്ധ്യങ്ങൾ പലതും ഉണ്ടാവും, വ്യത്യസ്തതകൾ പലതും ഉണ്ടാവും. അതൊക്കെ നിരത്തിയതിന് ശേഷം ഈ വ്യത്യാസങ്ങളുടെ ഉള്ളിൽ നമുക്ക് സ്വീകരിക്കേണ്ട നിലപാട് ഇന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആശയ തെളിച്ചം ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അത് ശാസ്ത്രമാവുള്ളൂ. അങ്ങനെ ഒരു ഭാഗമാണ് ഇവിടെ കൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണം എന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കേൾപ്പിക്കേണ്ടത് ഒരു അത്യാവശ്യമാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ ഭഗവത്ഗീത കുറച്ചും കൂടിയും പോപ്പുലറാണല്ലോ, എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ. അദ്ദേഹം ആദ്യമായി എന്തു പറഞ്ഞു? ആത്മാവിനെ പറ്റി. രംഗം അർജുനൻ കരയുന്നതാണ്. അപ്പം കരയുന്ന അർജുനനെ കരച്ചലിൽ നിന്ന് രക്ഷപ്പെടുത്തണം, കരച്ചൽ നിർത്തണം. അതിനാദ്യമായി കൊടുത്ത ഉപദേശമാണ് 2-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകമാണത് ഭഗവത്ഗീതയിൽ. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. അർജുനൻ ഈ യുദ്ധം എന്തുകൊണ്ടാണ് പാപമാകുന്നത്? പാപയുദ്ധം ചെയ്താൽ എന്താണ് ദുരന്തം വരിക? നരകത്തിൽ അനിയതം വാസഹ, നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്തത്ര ഒരു കാലാവധി നരകത്തിൽ താമസിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുല്ലോ. ആ പറഞ്ഞ സംഗതി വല്ല പണ്ഡിതനെ പോലെയാണ് സംസാരിച്ചിരിക്കുന്നത്. പറച്ചല് പണ്ഡിതനാണ്, പ്രവൃത്തിയിൽ അങ്ങനെയല്ല. എന്താ കാരണം? ഭീഷ്മരെയും ദ്രോണരെയും കുറിച്ച് ഒരിക്കലും അർജുനൻ ശോചിക്കരുത്. എന്താ കാരണം? അവർ യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പോടുകൂടി മുൻപിൽ ഒരു സമ്മതപത്രം എന്നുള്ള നിലയ്ക്കാണ് കമാൻഡർ ഇൻ ചീഫും അദ്ദേഹത്തിൻ്റെ തൊട്ട അസിസ്റ്റൻറ്റുമായിട്ട് ഭീഷ്മരും ദ്രോണരും നിൽക്കുന്നത്. ഈ യുദ്ധത്തിൽ എന്തെങ്കിലും അപാകമുണ്ട്, നിങ്ങളെക്കൊണ്ടിത് ചെയ്യിപ്പിക്കരുത് എന്നുള്ളൊരു തോന്നൽ ഭീഷ്മരുടെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇവിടെ വരുമായിരുന്നില്ല. അപ്പം അദ്ദേഹമടക്കം പങ്കു ചെയ്യുന്ന ഈ യുദ്ധം നിങ്ങൾക്ക് ചെയ്തതുകൊണ്ട് ഒരു ദോഷവും വരില്ല, അത് സമാജത്തിനും ലോകത്തിനും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന അവർ സ്വയം ദുഃഖിക്കണില്ല. അർജുനൻ എന്തിനാ അവരെക്കുറിച്ച് ദുഃഖിക്കുന്നത്? ആരെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ലയോ അവരെക്കുറിച്ചാണ് അർജുനൻ്റെ ദുഃഖം എന്നിങ്ങനെ ചൂണ്ടിക്കാട്ടി. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ കാര്യം? അർജുനൻ കരയാണ്, അമ്പും വില്ലും താഴത്ത് വെച്ച് കഴിഞ്ഞു, എല്ലാം കൂടി ആകുല മനസ്കനാണിപ്പോൾ. അങ്ങനെയുള്ള സമയത്ത് പറയാണ്, അർജുന ആരെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ലയോ അവരെക്കുറിച്ചാണ് അർജുനൻ ദുഃഖിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ മാർച്ചില, അയ്യോ എൻ്റെ വികാരവും
ദുഃഖവും വിഷമവും ദാക്ഷിണ്യവും ഒക്കെ എവിടെ പോയി ഇപ്പോൾ? ഞാൻ കരയുന്നത് തെറ്റ്, ദുഃഖിക്കുന്നത് തെറ്റ്, പാപമാണെന്ന് വിചാരിച്ചത് തെറ്റ്, ഇതെൻ്റെ തെറ്റിദ്ധാരണയാണ്. ആലോചിച്ച് കാര്യങ്ങളെ വേണ്ടതുപോലെ പേർത്തെടുക്കാൻ പറ്റാത്തതായ ഒരു ബലഹീനത, അറിവില്ലായ്മ, അവിവേകം, ഇതാണ് കാരണം എന്ന് അർജുനന് ബോധ്യമായി. ആ ഒരൊറ്റ വാക്ക അശോച്യാനന്വശോചസ്ത്വം. പിന്നെ കൂട്ടിച്ചേർത്തത് എന്താ? അറിവുള്ളവരുണ്ടല്ലോ, ആത്മബുദ്ധിയുള്ളവർ, ആത്മജ്ഞാനികൾ, അവർ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും പ്രാണൻ പോയവരെക്കുറിച്ചും ദുഃഖിക്കില്ല എന്നാണ്. എവിടെ പോയി കാര്യം? അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞ് ആത്മാവിനെ പറ്റി പറയുകയാണ്. അർജുനനെ ആലോചിക്കണത് ഇവരെല്ലാവരും മരിക്കും, എൻ്റെ ശരമേറ്റെന്നാണല്ലോ. വാസ്തവത്തിൽ ശരം ആരാ എയ്യണത്? അർജുനൻ്റെ ശരീരം. കൊള്ളണതോ മറ്റുള്ളവരുടെ ശരീരങ്ങളിൽ. ഇതിൻ്റെ ഉള്ളിൽ ശരീരി ദേഹി എന്ന് പറയുന്ന ആത്മാവുണ്ടല്ലോ, ആ ആത്മതലത്തിൽ ഒന്നും നടക്കുന്നില്ല. അത് ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല. ജനിക്കുന്നതിന് മുൻപുണ്ടത്, മരണത്തിന് ശേഷവുമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ് പിന്നെ പറയുന്നത്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവ ന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം. അർജുനൊരു വിചാരം ഉണ്ടാവും. ദേവകി പെറ്റ് ഭൂസ്പർശം നടത്തി അതിന് ശേഷമേ ഈ കൃഷ്ണൻ നിലവിൽ വന്നിട്ടുള്ളൂ എന്ന്. എന്നാൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല. ജനിച്ചത് എൻ്റെ ശരീരമാണ്, ഞാൻ ശരീരമല്ല. അപ്പം ഞാൻ ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല. നത്വേവാഹം ജാതുനാസം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമാണോ സത്യം? അല്ല. നേമേ ജനാധിപാഹ നത്വം. എന്നെ സംബന്ധിച്ച് മാത്രമല്ല ഇത് സത്യം. അർജുനനെ സംബന്ധിച്ചും ഇതാണ് വാസ്തവം. കുന്തി പ്രസവിക്കുന്നതിന് മുൻപും അർജുനനുണ്ടായിരുന്നു. ഇല്ലാത്തൊരു സാധനം ഉണ്ടാവുമോ? ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളെ കാണാൻ പറ്റില്ലെങ്കിലും നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ ഈ നടത്തുന്ന സംപ്രേഷണം നിങ്ങൾ വന്ന് കേൾക്കുന്നുണ്ട്. കേൾക്കാനായിട്ട് നിങ്ങളുടെ TV ഓൺ ചെയ്ത് അവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ മുൻപിൽ ഇരിക്കണമെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നിരുന്നാലല്ലേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തൊരു സാധനം ഉണ്ടാവുമോ? അപ്പം മുമ്പ് നമ്മൾ മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷം തെളിവാണ്. മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെങ്കിലോ? നത്വം നേമേ ജനാധിപാഹ നചൈവ ന ഭവിഷ്യാമഹ. ഇന്ന ഇല്ലാതെ ആവുന്നു എന്നൊരു ഘട്ടവും നമുക്കില്ല. ഇപ്പം എങ്ങനെ ശരീരത്തോടു കൂടി ഇരിക്കുന്നുവോ അതേപോലെ ശരീരമില്ലാതെ മുമ്പുണ്ടായിരുന്നു. ഈ ശരീരം വീണാൽ പിന്നെയും ഉണ്ടാവും. അസ്തിത്വം അനസ്തിത്വമാവില്ല, ഉള്ളതില്ലാതെ ആവില്ല, ഇല്ലാത്തതും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് പറയണം, നാം എല്ലാവരും ഉള്ളവരാണോ? അതെ. ആണെങ്കിൽ ഈ ഉണ്മ മുമ്പിലും ഉണ്ടായിരുന്നു, പിന്നീടും ഉണ്ടാവും. ഇത് നല്ല പോലെ മനസ്സിലാക്കുന്ന ഇതൊക്കെ എന്താ? ആത്മസത്യങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭയം അല്ലെങ്കിൽ സംശയം ജീവിതത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ വന്നാൽ ഈ ശ്ലോകം ഇങ്ങനെ ഉരുവിട്ടുള്ളൂ. അവിടെ ഒരു സാധനം പിന്നെ ബാക്കി നിൽക്കില്ല. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ. ഈ ആത്മാവിനെ സംബന്ധിച്ച് എന്താ ഈ ആത്മാവ് എന്ന് പറയുന്നത്? ഭഗവാനെ പോലെ അങ്ങേ ദൂരത്ത് അദൃശ്യനായിട്ടുള്ളതൊന്നാണോ? അല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ആ അഹമുണ്ടല്ലോ, പ്രത്യയം. ആ പ്രത്യയത്തിന് നിദാനവും ആധാരവുമായിട്ടുള്ളതെന്തോ അതാണ് ആത്മാവ്. ഞാൻ എന്ന് നിങ്ങൾ പറയണില്ലേ? ഉവ്വ്. അപ്പം ആത്മാ ഇല്ലേ? ഉണ്ട്. ആ ഞാൻ എന്നത് സൂചിപ്പിക്കുന്നത് എന്തോ അത് ന ജായതേ, അത് ജനിക്കുന്നില്ല. മ്രിയതേവാ, മരിക്കുന്നുമില്ല. കദാചിത്, ഒരിക്കലും. നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയഃ, കുറച്ചു കാലം നിലനിന്നിട്ട് പിന്നീടൊട്ട് ഇല്ലാതെ ആവൂല്ല. അങ്ങനെ ഒരു സാധനത്തിനെ പറ്റി എന്ത് പറയണം? അജോ നിത്യഃ ശാശ്വതോയം പുരാണോ. അത് അജനാണ്, ജന്മമില്ലാത്തതാണ്. നിത്യഃ, നിരന്തരം നിലനിൽക്കുന്നതാണ്. ശാശ്വതം, ഒരു മാറ്റവുമില്ലാതെ പരിലസിക്കുന്നു. പുരാണഃ, എപ്പോൾ നോക്കിയാലും ആ നോക്കുന്നതിന് മുൻപുണ്ടായിക്കൊണ്ടിരുന്നത്. അതിന് പഴക്കം എന്നൊന്നും വരാൻ പോണില്ല, എപ്പോഴും ഒരുപോലെ നിൽക്കുന്നതാണ്, പണ്ടേ മുതൽ. നഹന്യതേ ഹന്യമാനേ ശരീരേ എന്ന് പറഞ്ഞാൽ ശരീരങ്ങൾ തമ്മിൽ യുദ്ധം നടക്കില്ല എന്നാണോ പറയുന്നത്? അല്ല. എത്രത്തോളം കാലം മനുഷ്യൻ്റെ മനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ, ആവശ്യങ്ങൾ തമ്മിൽ സംഘട്ടനം നടക്കുന്നുവോ, ആ സംഘട്ടനം നടക്കുന്ന സമയത്ത് ഒരാൾ പറയുന്നത് ശരിയല്ല, ആ ആളെ ആ ശരിയല്ലാത്ത പ്രവൃത്തിയിൽ നിന്നും പിൻവലിപ്പിക്കണം എന്ന് ശരിപക്ഷക്കാരന് തോന്നി.
താൻ ചെയ്യുന്നത് തെറ്റാണ്, അത് ചെയ്യരുത്, പിൻവലിയണം, താൻ ആരാടോ അത് പറയാൻ, എൻ്റെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ സംഘട്ടനായി. അപ്പോൾ സംഘട്ടനം വന്നാൽ അത് തെറ്റെന്ന് പറയുന്നവന് അവിടുന്ന് ഒളിഞ്ഞോടിപ്പോവാൻ സാധിക്കില്ല. ക്ഷാത്ര തേജസ് എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ മുമ്പിൽ നടക്കുന്ന അനീതിയെ നഖശിഖാന്തം എതിർത്ത് അതിനെ തോൽപ്പിക്കണം. ഇതാണ് ക്ഷാത്ര തേജസ്. അത് സമ്മതിക്കില്ല. ഇപ്പോൾ ദുര്യോധനോട് നമ്മൾ പലതും പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ തന്നെ പോയി സന്ധി സംഭാഷണം നടത്തിയോ? ഉവ്വ്. എന്നിട്ട് എന്താ പറഞ്ഞേ? സൂചി കുത്താൻ പഴുതുപോലും പാണ്ഡവർക്കു കൊടക്കൊല എന്നല്ലേ പറഞ്ഞത്? ആ ആളെ പിന്നെ എന്തു വേണമെന്നാ പറയണത്? നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്ര ദുരയും അക്രമവും സാഹസവും കാണിക്കുകയാണെങ്കിൽ നമ്മെപ്പോലെ ഇല്ലാത്ത സമയത്ത് ദുര്യോധനൻ്റെ സാഹസം എത്രയായിരിക്കും? അപ്പം അങ്ങനെയുള്ളവർ ഈ ഭൂമിയെ ഭരിക്കാൻ സാധിക്കില്ല, അവർ നിർത്തന്നെ വേണം. അങ്ങനെയുള്ള ഒരു പുറപ്പാടാണ് ഇത്. ശരീരങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു സംഘട്ടനമാണ്. ദുര്യോധനൻ തൻ്റെ പക്ഷത്തെ യുക്തിസഹമായി പറഞ്ഞ് ധരിപ്പിച്ച് യുധിഷ്ഠിരനെ കൊണ്ടോ നിന്നെ കൊണ്ടോ എന്നെ കൊണ്ടോ സമ്മതിപ്പിച്ചിട്ടില്ല. പിടിവാശിയിൽ നിൽക്കുക. ദുര്യോധനൻ്റെ പക്ഷം ശരിയാണെന്ന് ഒരാളും ലോകത്തിൽ പറയില്ല. സ്വന്തം അച്ഛൻ കുരുടൻ ധൃതരാഷ്ട്ര പോലും പലപ്പോഴും ഈ ദുര്യോധനെ വിലക്കുന്നുണ്ട്. വിലയ്ക്കാൻ കൂട്ടാക്കില്ല. ഇങ്ങനെ ഒരു അച്ഛൻ്റെ മകനായില്ലോ ഞാൻ. മകനോട് വാത്സല്യമില്ലാത്തൊരച്ഛൻ കഷ്ടേ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സുരുകും. ഇതാണ് എപ്പോഴും നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾ എന്തു വേണമെന്നാണ് പറയണത്? അവിടെ ശരീരങ്ങൾ തമ്മിൽ സംഘട്ടനം നടക്കില്ല എന്നല്ല പറയുന്നത്. സംഘട്ടനം നടക്കും. ഹന്യതേ ഹന്യമാനേ ശരീരേ. അങ്ങനെ ഒരു ശരീരം മറ്റൊരു ശരീരത്തെ ഹനിക്കുമ്പോഴും വാസ്തവത്തിൽ ഈ ആത്മാ എന്ന് പറയുന്ന തലത്തിന് അതിൽ ഒരു വിധത്തിലുള്ള ഇടപാടോ ഉൾപ്പെടലോ ഇല്ല. അത് സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ശ്ലോകം നിങ്ങൾ കുട്ടികളെ ചെറുപ്പം മുതൽക്ക് പഠിപ്പിക്കണം. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ശരീരങ്ങൾ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു. ഒരേ ദിവസം ചെല്ലുന്തോറും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സേനകൾ അവിടെ താഴത്ത് വീഴും. അതിൽ കുതിരയുണ്ടാവും, ആനയുണ്ടാവും, കാലാൾപ്പടയും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും അവിടെ. അങ്ങനെ ധാരാളം മരിച്ചു പോകുന്ന സമയത്ത് ശരിയായ ദൃഷ്ടി എന്താ? ശരീരം യുദ്ധം ചെയ്യുന്നില്ലെന്നോ അതിൽപ്പെട്ട് മരിക്കുന്നില്ലെന്നോ എന്നുള്ളതല്ല ഇവിടെ പ്രസ്താവം. എന്താ? ആത്മാ, അനശ്വരമായിരിക്കുന്ന ആത്മാവിന് ഇതിലെന്തെങ്കിലും മരണമോ ഇല്ലായ്മയോ സംഭവിക്കുന്നുണ്ടോ എന്ന് ഇല്ല. അപ്പൊ പിഴവ് എവിടെയാ? യേനം വേത്യഹന്താരം. ഈ ആത്മാവിന് എന്ന് വെച്ചാൽ ആരാ? എന്താ? ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത് അഹം പ്രത്യഗോചരമായിരിക്കുന്ന ആ സത്ത. അതിനെ കൊല്ലുന്നവനായോ കൊല്ലപ്പെടുന്നവനായോ കണക്കാക്കുന്നവരാരുണ്ടോ? കൊല്ലുണു എന്ന് പറയുന്നതും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതും ഈ രണ്ട് ധാരണയും ഉണ്ടെങ്കിൽ ഉഭൗ തൗ ന വിജാനീതോ, അവർ രണ്ടുപേരും അജ്ഞാനികളും അവിവേകികളുമാണ്. അവരെ ഒരു ഉപരിപ്ലവമായിരിക്കുന്ന ദൃഷ്ടിയെ അവർക്കുള്ളൂ. ശരീരം ശ്വസിക്കണു, ഭക്ഷണം കഴിക്കണു, രക്തസഞ്ചാരമുണ്ട്, ലങ്സ് ചുങ്ങി വീർക്കണു, അതൊക്കെ അവർക്കുണ്ട്. അവിടെ ഞങ്ങളുടെ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഒരു സത്താവിശേഷമുണ്ട്. അതിൻ്റെ പ്രകടനമാണ് മനസ്സ്. അതിലാണ് ചിന്തകൾ ധാരാളം വന്ന് ഇല്ലാതെയാവണത്. അങ്ങനെ ചിന്തകൾ ധാരാളം വന്ന് ഇല്ലാതെയാവുമ്പോൾ ചിന്തിക്കുന്ന മനസ്സ് നശിച്ചു പോകുന്നുണ്ടോ? അതിനെന്തെങ്കിലും പരിവർത്തനം അതിൽ വരുന്നുണ്ടോ? ഒരു ചിന്ത വന്നു, കുറച്ച് കഴിഞ്ഞ് ആ ചിന്ത പോയി. അപ്പം ആ ചിന്തയിൽ ഉൾപ്പെട്ട് മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു അംശം നശിക്കുന്നുണ്ടോ, പരിവർത്തനപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. കോടാനുകോടി ചിന്തകൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് കാണും. അതിനുശേഷം ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് ഇനിയും ലക്ഷക്കണക്കിന് ചിന്തിക്കാൻ തയ്യാറാണ്. അപ്പം മനസ്സിൻ്റെ ആക്കത്തൂക്കം അതിന് വല്ല കുറവും വന്നിട്ടുണ്ടോ ചിന്തിച്ചത് കൊണ്ട്? ഇല്ല. ഒരു പർവ്വതത്തിൽ നിന്ന് 10 കൊട്ട മണ്ണെടുത്താലും ആ കൊട്ട മണ്ണ് അവിടെ കുറയാണ്ടിരിക്കില്ല. അങ്ങനെ ഒരു കുറവ് മനസ്സിന് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ചിന്തകൾ വന്നതുകൊണ്ട് വീർപ്പ് തൂക്കം കൂടുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണ് സത്യം. ഒരിക്കലും ഈ ആത്മാ ഇതിൽ ഇടപെടുന്നില്ല. ഉഭൗതൗന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. ഇതാണ് സത്യം. പിന്നെയും അദ്ദേഹം പറയുന്നു, ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത. ഈ ആത്മാ എത്ര ഉണ്ടെന്നറിയാമോ അർജുന? എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. സർവസ്യ ദേഹേ, എല്ലാവരുടെയും ദേഹത്തിൽ, ദേഹി ഒരേ ഒരു ആത്മാ, നിത്യം എപ്പോഴും തന്നെ, അവധ്യ വധിക്കപ്പെടാത്തവനാണ്. അപ്പം ശരീരങ്ങൾ അനവധി ഉണ്ടെങ്കിലും ആ ശരീരങ്ങളിൽ അധിവസിക്കുന്നതും ഉജ്ജീവിപ്പിക്കുന്നതുമായ ആത്മചൈതന്യം ഒന്നേ ഉള്ളൂ. അതിന് ഒരിക്കലും മരണം സംഭവിക്കില്ല.
നമ്മൾ അങ്ങനെ ആക്കി തീർത്തിട്ടല്ല, അത് അവധ്യമാണ് സ്വതവേ. അഗ്നി എപ്പോഴെങ്കിലും തണുക്കുമോ? തണുക്കില്ല. ഐസ് എപ്പോഴെങ്കിലും ചുടുവോ? ചുടൂല. വെള്ളം ഒഴുകില്ലേ? ഒഴുകും. അതിൻ്റെ ലെവൽ കണ്ടെത്തില്ലേ? ഉവ്. ഇതൊക്കെ അതിൻ്റെ സ്വഭാവമാണ്. ആത്മാവിൻ്റെ സ്വഭാവം ഇതാണ്. അതുകൊണ്ട് തസ്മാത് സർവാണി ഭൂതാനി, ഞാൻ ഈ പറയുന്ന സത്യത്തിൽ എല്ലാം തന്നെ പെടും. ആരൊക്കെ പെടും? ജീവജാലങ്ങൾ പെടും, കൃമികീട പതംഗങ്ങൾ പെടും, അത് കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ പെടും, പക്ഷികളൊക്കെ പെടും, മനുഷ്യരും പെടും. അതിലോ ഈ ഭീഷ്മർ നിൻ്റെ മുത്തശ്ശനും പെടും, ദ്രോണൻ നിൻ്റെ ആചാര്യനും പെടും. സർവസ്യ ദേഹേ ഏകഹ ഏവ ദേഹി, എല്ലാ ദേഹങ്ങളിലും കൂടി ഒരൊറ്റ ദേഹിയേ ഉള്ളൂ. അത് അവധ്യനാണ് താനും. അങ്ങനെ മനസ്സിലാക്കി തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി, നീ ഒരിക്കലും ദുഃഖിക്കാൻ അർഹനല്ല എന്നാ പറയുന്നത്. ദുഃഖിക്കാൻ അർജുന നിനക്ക് അവകാശമില്ല, ന്യായമില്ല, അടിസ്ഥാനമില്ല. അയുക്തികമാണ് നിന്റെ ദുഃഖം. അതിന് പെർമിഷൻ ഇല്ല. ഇത്രയും പറഞ്ഞല്ലോ. ഇനി കൃഷ്ണൻ ഒരു പൂർവപക്ഷം പറയുന്നത് പോലെ പറയാ. എന്താ അത്? അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? എനിക്ക് സംശയം തോന്നും. ഇങ്ങനെ ആത്മാവിനെ അജമാണ്, നിത്യമാണ്, ശാശ്വതമാണ്, ശരീരം വീഴുമ്പോൾ വീണില്ലാതെ, അതിനെ കൊല്ലാൻ പറ്റില്ല, അത് കൊല്ലുന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാ കർമ്മത്തിനെയും നിഷേധിച്ചുകൊണ്ട് കർമ്മഫലത്തിൻ്റെ സ്വാധീനം ഏൽക്കുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം പറയുകയാണ്, അർജുന ഇനി നിനക്കിത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് വരട്ടെ. അർജുനനോട് പറഞ്ഞത് കൃഷ്ണൻ എപ്പോഴും ഇല്ല നമ്മളോട് പറയാം. അപ്പം അർജുനനേക്കാൾ താഴ്ന്ന പടിയിലുള്ളവരാവും പലരും. അവർക്ക് ആർക്കെങ്കിലും ഈ പറയുന്നത് ഗ്രഹിക്കാൻ പൂർണ്ണമായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മറുപക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്താ മറുപക്ഷം? അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം, ഈ ആത്മാവിനെ നിരന്തരമായി ജനിക്കുന്നതായും മരിക്കുന്നതായുമാണ് നീ കണക്കാക്കുന്നത് എന്നുണ്ടെങ്കിലും തഥാപി എന്നാലും ത്വം മഹാബാഹോ, ഹേ മഹാബാഹോ, ത്വം നീ നൈവം ശോചിതുമർഹസി, ഇങ്ങനെ ദുഃഖിക്കാൻ അപ്പോഴും നിനക്ക് അവകാശമില്ല എന്ന്.